الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മെ സൃഷ്ടിക്കുകയും ആ ലക്ഷ്യം പഠിപ്പിക്കാനും എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് മാതൃക കാണിച്ചു തരാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിയോഗിച്ചു. അതിൽ ഓരോ നബിമാർക്കും ഓരോ റസൂലുകൾക്കും ആ റസൂലുകളോടൊപ്പം നിൽക്കാൻ ചില ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. അതിൽ നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും ദീനിനെ നിലനിർത്താനും അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ് സ്വഹാബാക്കൾ. അതുകൊണ്ട് തന്നെ ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബാക്കൾ മനസ്സിലാക്കിയത്, അത് വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും ഈ മൂന്ന് മേഖലകളിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് വിശ്വാസം, സ്വഹാബാക്കൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം. കർമ്മങ്ങൾ, സ്വഹാബാക്കൾ ചെയ്തതുപോലെയുള്ള കർമ്മങ്ങൾ. അതുപോലെ തന്നെ സ്വഭാവം, അതിൽ അവരുടെ മാതൃക പിൻപറ്റുക. ഈ മൂന്ന് വിഷയത്തിലും ആ സ്വഹാബാക്കളെ പിൻപറ്റുന്നിടത്താണ് യഥാർത്ഥ ദീൻ പൂർണ്ണമാകുന്നത്. അതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്, ഏറ്റവും ഉത്തമമായ സമുദായം അത് എന്റെ സമൂഹമാണ്, അഥവാ സ്വഹാബാക്കളാണ്. പിന്നീടുള്ളത് സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിന് ശേഷം വരുന്ന ഈ സ്വഹാബാക്കളിൽ നിന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കുന്ന താബിഈങ്ങൾ, പിന്നീട് അതിനുശേഷം വരുന്ന താബിഈങ്ങളിൽ നിന്ന് ദീന് പഠിക്കുന്ന തബഉ താബിഈങ്ങൾ. ഇങ്ങനെയാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകൾ, മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകളും അതുപോലെ മദീനയിൽ സ്വഹാബാക്കൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത അൻസാരികളും അവർ മുൻകടന്നിട്ടുണ്ട്, അവർ മുന്നിട്ടവരാണ്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നെ മുന്നിടുന്നവരാരാണ്? ഈ സ്വഹാബാക്കളെ ഇഹ്സാനോടുകൂടി പിൻപറ്റുന്നവരാണ്. പിന്നീടുള്ള തഅബീങ്ങൾ, അതിനുശേഷമുള്ളവർ, സലഫുസ് സാലിഹീങ്ങൾ, ആ മൻഹജിൽ മുന്നോട്ട് പോകുന്നവർ. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, ആ സ്വഹാബാക്കളെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം ഒരുക്കിയിട്ടുണ്ട്, അവരവിടെ സ്ഥിരതാമസക്കാരാണ്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം എന്ന് പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ നമുക്കുള്ള ഒരേ ഒരു മാർഗം ഈ സ്വഹാബാക്കളുടെ ദീൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കലാണ്. അഥവാ ഏറ്റവും ഉത്തമ സമുദായമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലഫുസ് സാലിഹീങ്ങൾ, അവരുടെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കലാണ്. അവർ വിശ്വസിച്ചതുപോലെ ആയിരിക്കണം നാം വിശ്വസിക്കേണ്ടത്. അവർ ഇബാദത്തുകൾ ചെയ്ത പോലെ ആയിരിക്കണം നാം ഇബാദത്ത് ചെയ്യേണ്ടത്. അവരുടെ സ്വഭാവമായിരിക്കണം നമ്മൾ മാതൃകയായി കൊണ്ടു നടക്കേണ്ടത്, നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. സ്വഹാബികളിൽ ശ്രേഷ്ഠനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രശസ്തമായ ഒരു അസറുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, ആരെങ്കിലും മാതൃകയാക്കുകയാണെങ്കിൽ അവൻ മരണപ്പെട്ടവരെ മാതൃകയാക്കട്ടെ. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, ജീവിച്ചിരിക്കുന്നവർ അവർ ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല.
ഇന്ന് ജീവിച്ചിരിക്കുന്ന നല്ലൊരു ഇസ്തിഖാമത്തിലുള്ള ഒരു വ്യക്തി നാളെ എന്താവും അല്ലാഹു അലം. അപ്പൊ അയാൾ ഫിത്നയിൽ നിന്ന് സുരക്ഷിതനല്ല. എന്നാൽ മരണപ്പെട്ടവരോ അവർക്കിനി ഫിത്ന ബാധിക്കാനുണ്ടോ? ഇല്ല. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളാണ്. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ്. അബർറഹ ഖുലൂബൻ, ഏറ്റവും പുണ്യം നിറഞ്ഞ ഖൽബുള്ളവർ. വഅഅമഖഹ ഇൽമൻ, ഏറ്റവും നല്ല ആഴത്തിലുള്ള ഇൽമുള്ളവർ. വഅഖല്ലഹ തകല്ലുഫൻ, അവർ കാട്ടിക്കൂട്ടലുകളോ അതുപോലെയുള്ള നാട്യങ്ങളോ ഇല്ലാത്തവർ. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയ്യിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹ്ബത്തിന് വേണ്ടി സ്വഹാബികളാവാൻ അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് അവർ. വലി ഇഖാമത്തി ദീനിഹി, ആ ദീനിനെ നിലനിർത്താൻ. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ഫദ്ൽ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം. വത്തബഊഹും അലാ അസരിഹിം, അവരുടെ പാത നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസീരിഹിം, അവരുടെ സ്വഭാവവും അവർ പോയ ആ മാർഗവും അവരുടെ ജീവിത രീതിയും നിങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവർ ഏറ്റവും നേരായ പാതയിലായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ വ്യത്യസ്തമായിട്ടുള്ള പല കക്ഷികളും പല വ്യക്തികളും പല കൂട്ടങ്ങളുമായി തിരിയുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് യഥാർത്ഥ ദീൻ പിൻപറ്റണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാർഗമേ ഉള്ളൂ, സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സലഫുസ് സാലിഹീങ്ങൾ, താബിഈങ്ങൾ, തബഉ താബിഈകൾ എന്നിവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ഇതല്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല. ഇൻഷാ അല്ലാഹ് നാം ഇന്ന് വായിക്കുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് താബിഈങ്ങളിൽ, താബിഈ എന്ന് പറയുമ്പോൾ തന്നെ സ്വഹാബാക്കളുടെ കാലത്ത് സ്വഹാബാക്കളോട് അടുത്ത് തന്നെ ജീവിച്ചിരുന്ന താബിഈ പണ്ഡിതനായ മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള, അദ്ദേഹം ഒരു മദ്ഹബിന്റെ ഇമാമായിരുന്നു. പക്ഷെ ഇന്ന് ആ മദ്ഹബ് ഇന്ന് അറിയപ്പെടുന്നില്ല. പക്ഷെ അതിന്റെ കിതാബുകൾ ഇന്നും ചില ബഗ്ദാദിലോ മറ്റോ അച്ചടിക്കുന്നുണ്ട് എന്ന് കേട്ടറിവുണ്ട്. അല്ലാഹു അലം. ആയിരുന്ന വളരെയധികം ജാഹിദായിരുന്ന വളരെയധികം ഇൽമുണ്ടായിരുന്ന അൽ ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അഖ്വാലുകൾ, അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ, ഇതെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള ആദാബുൽ ഹസനുൽ ബസ്വരി വസുഹ്ദുഹു വമവാഇദുഹു, ഹസനുൽ ബസ്വരി റഹിമഹുല്ലയുടെ മര്യാദകൾ, ജീവിത രീതികൾ, അദ്ദേഹത്തിന്റെ ഭൗതിക വിരക്തി, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എന്നീ പേരിൽ ക്രോഡീകരിച്ചിട്ടുള്ള അൽ ഇമാം ജമാലുദ്ദീൻ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ച ഈ കിതാബാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നാം പിൻപറ്റേണ്ടത് ഉത്തമരായ 3 തലമുറകളെയാണ്. ആ തലമുറയിലുള്ള ഒരു അറിയപ്പെട്ട ശ്രേഷ്ഠനായ പണ്ഡിതനും ഇമാമുമായിട്ടുള്ള അൽ ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പഠിക്കുക വഴി നമുക്കുണ്ടാകേണ്ട നേട്ടം അല്ലെങ്കിൽ നാം ലക്ഷ്യം വെക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യലാണ്. എവിടെയാണ് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും സ്വഭാവങ്ങളും അവരുമായി നിൽക്കുന്നത് എന്ന വളരെയധികം അകൽച്ച സംഭവിച്ചിട്ടുള്ള ഒരു മേഖലയാണത്. വളരെയധികം വ്യത്യാസം സംഭവിച്ചിട്ടുള്ള ഒരു മേഖല. സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെയിൽ നിന്ന് ഒരുപാട് അകന്നുപോയി പിന്നീടുള്ള തലമുറക്കാർ. അതുപോലെ ഖുർആനും ഹദീസും മുൻഗാമികൾക്കുണ്ടായിരുന്ന ഫഹ്മ്, അവരൊരായത്തിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയ രീതികൾ, അതിന്റെ അത്ര ഫഹ്മോ ഇൽമോ ഇന്ന് കാലത്തെ ആളുകൾക്ക് ഇല്ല. അത് ഓരോ കാലം കഴിയും തോറും കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ, സലഫുകളുടെ വാക്കുകൾ, അതിൽ ഒരുപാട് ആശയങ്ങൾ, ഖുർആനിന്റെയും ഹദീസിന്റെയും മഫ്ഹൂമുകൾ, അതിന്റെ ഫഹ്മുകൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അപ്പൊ അത് വായിക്കുക വഴി, അത് കേൾക്കുക വഴി നമുക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. പലപ്പോഴും പിൽക്കാലക്കാർ, ഉത്തമരായ സമുദായത്തിന് ശേഷം അല്ലെങ്കിൽ സ്വഹാബാക്കൾക്ക് ശേഷം വന്ന ആളുകൾ, അവരിൽ ധാരാളം ഫിത്നകളായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തെ 3-ൽ 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. സ്വഹാബാക്കളിൽ ഒരാൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദിച്ചിട്ടില്ല? എങ്ങനെയാണ് ആ ഇറക്കം?
എങ്ങനെയാണ് അള്ളാഹ് ഇറങ്ങുക? അള്ളാഹ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? അപ്പൊ അള്ളാഹ്ക്ക് ഒരു സ്ഥലം വേണ്ടേ? അവരാരും ചോദിച്ചിട്ടില്ല. പക്ഷെ പിൻഗാമികൾ, പിന്നീട് വന്ന ആളുകൾ, അവരുടെ ചിന്ത ഏറ്റവും പിഴച്ച രീതിയിലേക്ക് പോയി. എങ്ങനെയായിരിക്കും ഇറക്കം? അതിന് വിശദീകരിക്കാൻ തുടങ്ങി, അതിന് ചില രീതികൾ കണക്കാക്കാൻ തുടങ്ങി. ഇനി ആ ഇറക്കം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് അങ്ങനെയല്ല ഉദ്ദേശത്തിന്റെ അർത്ഥം വേറെയാണെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച നടത്തി. സ്വഹാബാക്കൾ ഇത് കേട്ടപ്പോൾ ആ സമയം ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുലേക്ക് അടുക്കാനും ഇബാദത്തിനു വേണ്ടും അവർ ഉപയോഗിച്ചു. അവരതിൽ മുന്നിട്ടു, അവർ നന്മയിൽ മുന്നിട്ടു. പിൻകാലക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ച് തർക്കിച്ച് സമയം കളഞ്ഞ് അതിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ വലിയ അബദ്ധത്തിലും പോയി ചാടി. അതിന് പിഴവിലായ ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പഠിക്കുന്നത് വഴി, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നത് വഴി, അവരുടെ ജീവിതം പകർത്തുന്നത് വഴി നമുക്ക് നമ്മെ താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തായിരുന്നു അവരുടെ വിശ്വാസം, എന്തായിരുന്നു അവർ ദീനിനെ കണ്ടിരുന്ന രീതി, എങ്ങനെയായിരുന്നു അവർ ദീനിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിരുന്നത്, എന്തായിരുന്നു അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം, ഈ കാര്യങ്ങൾ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു കിതാബിൽ സയ്യിദുൽ ഖാത്തിർ എന്ന കിതാബിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇടക്ക് പ്രത്യേകിച്ച് തുല്ലാബുകൾ, ഫിഖ്ഹും ഹദീസും എല്ലാം പഠിച്ചു മുഴുകുന്ന തുല്ലാബുകൾ ഇടക്ക് മുൻഗാമികളുടെ ചരിത്രമുള്ള കിതാബുകൾക്കിടയിൽ ഇരിക്കണം. എന്നിട്ട് അത് വായിക്കണം. എന്നിട്ട് താരതമ്യം ചെയ്യണം. നമ്മുടെ അവസ്ഥയും അവരുടെ അവസ്ഥയും എന്തായിരുന്നു, എവിടെയാണ് നാം നിൽക്കുന്നത് എന്ന് താരതമ്യം ചെയ്യണം. അതിനാൽ തന്നെ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഈ കിതാബ് ക്രോഡീകരിച്ച ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്ക്ക് മുൻഗാമികളായ പലരുടെയും, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയുടെ ഇതുപോലെയുള്ള വാക്കുകളും ചരിത്രവും ക്രോഡീകരിച്ച കിതാബുണ്ട്. ഒരുപാട് സലഫുകളെ ക്രോഡീകരിച്ച സിഫത്തുസ് സഫ എന്ന കിതാബുകളുണ്ട്. അങ്ങനെ ഒരുപാട് കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, അതുപോലെ തന്നെ നല്ല വാഇദാണ്, നന്നായി പ്രസംഗിക്കുന്ന ആളാണ്, ഒരുപാട് ഫന്നുകളിൽ ഇൽമുള്ള ആളാണ്, ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹയുടെ 1000 കിതാബുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ കിതാബുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 300ഓളം കിതാബുകൾ ഇന്ന് അച്ചടിച്ച് ലഭ്യമാകുന്ന അവസ്ഥയിൽ നമുക്കുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹയുടെ അത്രത്തോളം കിതാബുകൾ നമുക്ക് ലഭ്യമായ അവസ്ഥയിൽ തന്നെയുണ്ട്. അപ്പൊ അദ്ദേഹം എല്ലാ ഫന്നിലും ധാരാളമായ അറിവുള്ള വ്യക്തിയായിരുന്നു. അബൂബക്കറിൻ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ മുഹമ്മദ് എന്ന മകന്റെ സന്താന പരമ്പരയിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ കിതാബിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ കിതാബ് നാം പറഞ്ഞതുപോലെ താബീങ്ങളിൽ സ്വഹാബാക്കളുടെ കാലത്ത് തന്നെ ജീവിച്ച താബിഈയായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹയുടെ ജീവിതത്തിന്റെ, അദ്ദേഹത്തിന്റെ അച്ചടക്കം, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സമകാലികരായ ആളുകൾ സംസാരിച്ചിരുന്ന വാക്കുകൾ എന്നിവയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഈ കിതാബിനെ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് 8 ഫസ്ലുകളായി തിരിച്ചിട്ടുണ്ട്. 8 പാഠങ്ങൾ, 8 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫസ്ൽ അൽ ഫസ്ൽ അവൽ ഫീ ദിക്രി മൻശഇഹി വസിഫതി അഹ്വാലിഹി വഅഫ്ആലിഹി, അദ്ദേഹം ജീവിച്ചിരുന്ന രീതി, അദ്ദേഹത്തിന്റെ സംസാരങ്ങളുടെ രീതി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ രീതി, അതാണ് ഒന്നാമത്തെ ഫസ്ൽ. അൽ ഫസ്ലു സാനി ഫീമാ റുവിയ അൻഹു മിനൽ ആദാബി വമകാരിമിൽ അഖ്ലാഖ്, അദ്ദേഹത്തിന്റെ മര്യാദ, അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ ഫസ്ൽ. മൂന്നാമത്തെ ഫസ്ൽ അൽ ഫസ്ലു സാലിസ് ഫീമാ ഔറദഹു മിനൽ ഹിക്ം വൽ മവാഇലി മുഖ്തസറൻ അലാ ജിഹത്തിൽ ബലാഗ വൽ ഈജാസ്, മൂന്നാമത്തെ വാവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹിക്കമുകൾ അഥവാ ചിന്താർഹമായ വാക്കുകൾ, അതുപോലെ ചുരുങ്ങിയ ഉപദേശങ്ങൾ, ഭാഷാപരമായി അതിയായ രീതിയിൽ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങൾ. അൽ ഫസ്ലു റാബി, നാലാമത്തേത് ഫി ദമ്മി ദുനിയ വനഹി അൻ തഅല്ലുഖ ബിഹാ, ദുനിയാവിനെ നിസ്സാരമാക്കിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ അതിനോട് ഖൽബ് തഅല്ലുഖാവുന്നതിനെ വിരോധിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ പറയുന്ന ബാബ്. അഞ്ചാമത്തേത് അൽ ഫസ്ലുൽ ഖാമിസ് ഫീമാ റുവിയ അൻഹു ഇൻദ തിലാവത്തിൽ ഖുർആൻ മിനൽ ഹിക്മി വൽ മവാഇദ്, ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണ സന്ദർഭത്തിലും ആയത്തുകളുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചിന്താർഹമായ വാക്കുകളും ഉപദേശങ്ങളും. ആറാമത്തെ അൽ ഫസ്ലു സാദിസ് ഫീമാ ഔറദഹു അലാ ജിഹത്തിൽ ഇസ്തിഗ്ഫാർ വദ്ദുആ വനഹി അനി തസന്നുഇ വരിയാ,
ഇസ്തിഗ്ഫാറും ദുആഇന്റെയും മേഖലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നാട്യം ഒന്ന് ആളുകൾ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന അവസ്ഥ, അതുപോലെ റിയാ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥ എന്നിവയെ വിരോധിച്ചുകൊണ്ടുള്ള ഖൗലുകളും. ഏഴാമത്തെ ഫസ്ൽ ഫീ മക്കാതബാതിഹി ലിൽ ഖുലഫാ വ മഖാമാതിഹിം അൽ ഉമറാ. അദ്ദേഹത്തിന്റെ സ്ഥാനം, അദ്ദേഹത്തിന് അന്ന് ഉമറാക്കളുടെ അടുക്കലും അതുപോലെ ഖലീഫകളുടെ അടുക്കലുമെല്ലാം ഉണ്ടായിരുന്ന സ്ഥാനവും അതുപോലെ അദ്ദേഹം അവർക്ക് എഴുതിയ കത്തുകളും എഴുത്തുകളും എല്ലാം ഉൾക്കൊള്ളുന്നത്. എട്ടാമത്തേത് അൽ ഫസ്ലു الثامن فيما روي عنه من المواعظ والحكم من سائر الاشياء. ബാക്കിയുള്ള പൊതുവായിട്ടുള്ള ചില അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും വാക്കുകളുമാണ് എട്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 8 ഫസ്ലുകളായിട്ടാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഈ കിതാബിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റു പല കിതാബുകളിലും വന്നിട്ടുള്ള ഹസൻ ബസ്രി റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ട അഖ്വാലുകളും സംഭവങ്ങളും ക്രോഡീകരിച്ച ഒരു കിതാബാണിത്. അപ്പൊ ഇതിലെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം ചിന്താർഹമാണ്, ഉറ്റാലോചിക്കുന്നവർക്ക് ഉപകാരപ്രദമാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളെ അവരുടെ ഫഹ്മിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായ ഉപദേശങ്ങളാണ്. ഇത് ജീവിതത്തിൽ പകർത്താനും ഇത് കേൾക്കുമ്പോൾ നമ്മളും മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങളും തമ്മിൽ ഒരു താരതമ്യം ചെയ്യാനും കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ ഫസ്ൽ ഫീ ദിക്രി മൻശഇഹി വസിഫതി അഹ്വാലിഹി വഅഫ്ആലിഹി. അദ്ദേഹത്തിന്റെ വളർച്ച, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെയും എല്ലാം രീതി എന്ന വിഷയത്തിൽ. ഹുവ അൽ ഹസൻ ഇബ്നു അബി അൽ ഹസൻ അൽ ബസരി. അദ്ദേഹത്തിന്റെ പേര് അൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസരി എന്നാണ്. ബസ്രയിൽ ജീവിച്ചിരുന്നതിനാൽ ബസരി എന്ന് പറയുന്നത്. കാന അബൂഹു മൗലൻ ലിറജുലിൻ മിനൽ അൻസാർ. അദ്ദേഹത്തിന്റെ ഉപ്പ അൻസാരികൾപ്പെട്ട ഒരു വ്യക്തിയുടെ അടിമയായിരുന്നു. അദ്ദേഹം അടിമയാണ്. വകാനത് ഉമ്മുഹു മൗലാതൻ ലിഉമ്മി സലമ. അദ്ദേഹത്തിന്റെ ഉമ്മ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടിമയായിരുന്നു. മൗല എന്ന് പറയുമ്പോൾ അടിമ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, മോചിക്കപ്പെട്ട അടിമ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അടിമ സ്ത്രീ ആയിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ. സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. റുബിയ ഫി ഹിജ്രിഹാ വറഅത്ഹാ ബിലിബാനിഹാ വദറ അലൈഹി സദിയുഹാ ലിബിർരിഹാ ബിഹി വമഹബ്ബതിഹാ ലഹു ഫആദത് അലൈഹി ബറകത്തുൻ നുബുവ. അദ്ദേഹം ജീവിച്ചതും ചെറുപ്പത്തിൽ വളർന്നതുമെല്ലാം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ നുബുവത്തിന്റെ ബറക്കത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് വളരെ ഇഷ്ടമുള്ള, വളരെ താല്പര്യമുള്ള ആളായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ അൽ ഹസൻ അൽ ബസരി. ഫതകല്ലമ ബിൽ ഹിക്മ. അദ്ദേഹം ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിരുന്നു, അഥവാ ഏറ്റവും ചിന്താർഹമായ വാക്കുകൾ സംസാരിച്ചിരുന്നു. വർതഖാ ഫി الصلاح والمعرفة إلى أفضل الرتبة وكان رحمه الله أحد المتقين ومن أولياء الله الصديقين. അദ്ദേഹം നല്ല ഇസ്ലാഹുള്ള, നല്ല ശ്രേഷ്ഠമായ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം തഖ്വയുള്ള മുത്തഖീങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ സിദുഖുള്ള ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടുന്ന ഗുണങ്ങളുള്ള സിദുഖുള്ള വ്യക്തിയായിരുന്നു അൽ ഹസൻ അൽ ബസരി റഹിമഹുല്ലാ. അദ്ദേഹത്തെ പറ്റി ഉദ്ധരിക്കുന്ന ഓരോ സംഭവങ്ങൾ. ഒന്ന്, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഹസൻ അൽ ബസരി റഹിമഹുല്ലാ സംസാരിക്കുന്ന ചില സംസാരങ്ങൾ കേൾക്കാനിടയായി. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കേൾക്കാനിടയായി. ആ കേട്ട സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൻ ഹാദല്ലദീ യതകല്ലമു ബികലാമി സിദ്ദീഖീൻ. ആരാണ് ഈ സംസാരിക്കുന്നത്? സിദ്ദീഖീങ്ങളുടെ സംസാരിക്കുന്ന ഈ വ്യക്തി ആരാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കറിയാം, ദീനിൽ അഗാധമായ ഇൽമുള്ള, അറിവുള്ള, വളരെയധികം കഴിവുകളുള്ള നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹസൻ ബസരി റഹിമഹുള്ളയുടെ സംസാരം കേട്ട് ആരാണ് സിദ്ദീഖീങ്ങളുടെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടായിട്ടുണ്ട്. വഖീല ലി അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇന്നൽ ഹസന യഖൂൽ. അലി റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു, പേരക്കുട്ടി, അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി, അദ്ദേഹത്തിന് അടുക്കൽ ഒരിക്കൽ പറയപ്പെട്ടു, ഹസൻ ബസരി റഹിമഹുള്ള ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ലൈസൽ അജബു ലിമൻ ഹലക കൈഫ ഹലക. ഒരാൾ നശിച്ചത് എങ്ങനെയാണ്
എന്നുള്ളതിലല്ല അത്ഭുതം. വഇന്നമൽ അജബു ലിമൻ നജാ കൈഫ നജാ, രക്ഷപ്പെട്ടവൻ, രക്ഷ നേടിയവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിലാണ് വിഷയം എന്ന് പറയുന്നത് കേൾക്കുകയുണ്ടായി. ഫഖാല അലിയുൻ, ഇത് കേട്ടപ്പോൾ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹാദാ കലാമു സിദ്ദീഖ്, തീർച്ചയായിട്ടും ഇത് സിദ്ദീഖായ ഒരു വ്യക്തിയുടെ കലാമാണ്, സിദ്ദീഖുള്ള ഒരു വ്യക്തിയുടെ സംസാരമാണ് എന്ന് അദ്ദേഹത്തിനെ പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന റുവിയാനിൽ അഅ്മശ് അന്നഹു കാന യഖൂൽ മാ സാലൽ ഹസനു യഅയ ബിൽ ഹിക്മതി ഹത്താ നതഖ ബിഹാ. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം നല്ല ചിന്താർഹമായ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളെ കൊണ്ട് ചിന്തിക്കുകയും അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇന്നഹു ലഫസീഹുൻ ദൂ ലഫ്ളിൻ സഹീഹിൻ ഇദാ വഅദ, അദ്ദേഹം നല്ല ഭാഷാപരമായ കഴിവുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ വളരെ യോജിച്ച വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് ഹസൻ ബസീർ റഹിമഹുള്ളയുടെ ചില അഹ്വാലുകൾ. വകാനൽ ഹസനു ദായിമൽ ഹുസ്ൻ, ഹസൻ ബസീർ റഹിമഹുള്ള എപ്പോഴും ദുഃഖിച്ചിട്ടുള്ള, ഭയപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹസൻ ബസീർ റഹിമഹുള്ളയുടെ ഒരു രീതിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെയധികം പരലോകത്തെ കുറിച്ച് ഭയമുള്ള, ഏതവസ്ഥയിലും ആ ഒരു ഭയം പ്രകടമായിരുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ അധികമായി ചിരിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചിരിക്കുക എന്നുള്ളത് വളരെ വിരളമായിട്ടാണ് അദ്ദേഹം ചിരിക്കാറുണ്ടായിരുന്നെല്ലാം കാണാം. പക്ഷെ മറ്റു പല പണ്ഡിതന്മാരും അത് ശരിയല്ല, സഹാബാക്കൾ ചിരിച്ചിരുന്നു എന്ന് പറയുന്നത് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ എപ്പോഴും ഉള്ള രീതിയാണ്, എപ്പോഴും പരലോകത്തെ കുറിച്ചുള്ള ഭയവും ദുഃഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കസീർ അൽ ബുക്ക, ധാരാളം കരയുന്ന വ്യക്തിയായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, പരലോകത്തെ കുറിച്ച് ഓർത്ത് ധാരാളം കരയുന്ന വ്യക്തിയായിരുന്നു. മുതാലിബൻ നഫ്സഹു ബിൽ ഹഖായിഖ്, തന്റെ ജീവിതത്തിൽ താൻ പാലിക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. ബഈദൻ മിനത് തസന്നു, നാട്യങ്ങൾ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും രീതിയിൽ കാണിച്ചുകൊണ്ട് നാട്യങ്ങൾ വളരെ കുറവുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ അകന്നിട്ടുള്ള വ്യക്തിയായിരുന്നു. ലാ യുബ്ഹിറു അത്തഖശുഫ്, അദ്ദേഹത്തിന്റെ ഭൗതിക വിരക്തി അദ്ദേഹം പ്രകടമാക്കിയിരുന്നില്ല, അദ്ദേഹം അത് കാണിച്ചു നടന്നിരുന്നില്ല. വഇൻ കാന ബാദിയൻ അലൈഹി, പക്ഷെ അദ്ദേഹത്തിൽ അത് എപ്പോഴും പ്രകടമായിരുന്നു. വളരെ ജാഹിദായിട്ടുള്ള വ്യക്തിയായിരുന്നു ഹസൻ ബസരി റഹ്മഹുല്ലാഹ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നാണ് പിന്നീട് വലിയ പിഴവിലേക്ക് പോയ തസവ്വുഫിന്റെ ആളുകൾ, സൂഫിയത്തിന്റെ ആളുകൾ കൂടുതൽ വളർന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പിഴച്ചുപോയിട്ടാണ്. അഥവാ ഇദ്ദേഹത്തിന്റെ സുഹുദ് യഥാർത്ഥ രൂപത്തിൽ നിലനിന്നിരുന്ന ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിര് കവിഞ്ഞ് പിന്നീട് കുറെ ആളുകൾ പോവുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ഇതൊന്നും പ്രകടിപ്പിക്കുമായിരുന്നില്ല. ഞാനൊരു ദുനിയാവിനോട് വിരക്തിയുള്ള ആളാണ് അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൽ അത് എപ്പോഴും അറിയപ്പെട്ടിരുന്ന അവസ്ഥയായിരുന്നു. വലായദഉത്തജമ്മുൽ, അദ്ദേഹം നല്ല വേഷം അണിഞ്ഞൊരുങ്ങുമായിരുന്നു, നല്ല വേഷങ്ങൾ ധരിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കലും അത് ഒഴിവാക്കുന്ന, എപ്പോഴും കീറിപ്പറഞ്ഞ വസ്ത്രം ധരിക്കുന്ന അവസ്ഥയല്ല. പലപ്പോഴും സുഹദ് എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിച്ചിട്ടുള്ളത് പോലെ, സൂഫി തസവുഫിന്റെ ആളുകൾ പറയുന്നത് പോലെ കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് പരിപരിക്കൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആ അവസ്ഥയായിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ജാഹിദായിരുന്നു. അദ്ദേഹം നല്ല വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. വലാ യംതനിഉ മിൻ ലുബ്സി ജയ്യിദി സിയാബ്, നല്ല വസ്ത്രം ധരിക്കുന്നത് തടയാറുമില്ല. വലാ യതഖല്ലഫു അൻ മുആകലത്തി നാസ്, ജനങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് പിന്താറുമില്ല. അതായത് ചില സൂഫികൾ, അന്ന് കാലത്ത് പിഴച്ചുപോയ സൂഫികൾ, അവർ ജനങ്ങളോടൊപ്പം നല്ല ഭക്ഷണം കഴിക്കാൻ അവർ ഇരിക്കൂല. നല്ല ഭക്ഷണം കഴിച്ചാൽ അത് സുഹുദല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവർ നല്ല ഭക്ഷണം, മധുരമുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, മാംസങ്ങൾ കഴിക്കാതിരിക്കുക, അങ്ങനത്തെ രീതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹസൻ ബസീർ റഹ്മഹുല്ലാഹ് ആളുകളൊപ്പം ഭക്ഷിക്കാറുണ്ടായിരുന്നു. വലാ യതഅഖറു അൻ ഇജാബത്തി ദാഇ ഇല തുആം, ആരെങ്കിലും ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചാൽ അതിന് പോകാതെ പിന്തി നിൽക്കുന്ന ആളുമായിരുന്നില്ല. ഇത് പ്രത്യേകം പറയാൻ കാരണം, അന്ന് കാലത്തെ പിഴച്ച സൂഫികൾ അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒരു ക്ഷണിച്ചാൽ ക്ഷണത്തിൽ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് പങ്കെടുക്കാതെ ഞങ്ങളതൊന്നും കഴിക്കാത്ത ആളുകളാണ് കാണിക്കുമായിരുന്നു. പക്ഷെ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. വകാന ലഹു സംതുൻ യഅരിഫുഹു ബിഹി മൻ ലം യകുൻ റആഹു, അദ്ദേഹത്തിന് പ്രത്യേകമായ ചില രീതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിനെ മനസ്സിലാകുന്ന പ്രത്യേകമായ ചില സ്വഭാവങ്ങളും രീതികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കാണാം. ഇതായിരുന്നു ഹസൻ ബസീർ റഹ്മത്തുള്ളാഹിയുടെ ഒരു അഹ്വാലിന്റെ ചെറിയ രൂപം.
റൂയ അന്ന റജുലൻ ദഖലൽ ബസ്റ, ഒരിക്കൽ ബസ്റയിലേക്ക് ഒരു വ്യക്തി വന്നു. വലം യകുൻ റഅ അൽ ഹസൻ, ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയെ ഈ വ്യക്തി കണ്ടിട്ടില്ല. ഫസഅല അൻഹു ശഅബി, അദ്ദേഹം ഷഅബി അന്നേ കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയെ കുറിച്ച് ചോദിച്ചു, കാണാൻ എവിടെയാണ് ആള് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ ഷഅബി റഹിമഹുള്ള പറഞ്ഞു, ഉദ്ഖുലിൽ മസ്ജിദ് ആഫാക അല്ലാഹ്, നീ മസ്ജിദിൽ പ്രവേശിക്കുക. فإذا رأيت رجلا لم ترى مثله قط رجلا فذلك هو الحسن, നീ അവിടെ ഒരു വ്യക്തിയെ കാണും, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നീ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകുന്ന ഒരു വ്യക്തിയെ കാണും, അതാണ് ഹസൻ എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഏതൊരു വ്യക്തിയും ആകർഷിച്ചു പോകുന്ന പ്രത്യേകമായിട്ടുള്ള ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഗുണങ്ങളുമുള്ള വ്യക്തിയായിരുന്നു അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ള. മറ്റൊരു സംഭവം കാണാം. വെറുതെ അറാബിയുൻ അൽ ബസ്റ, ഒരിക്കലും ഒരു അറാബി ബസ്റയിലേക്ക് വന്നു. ഫഖാല മൻ സയ്യിദു ഹാദൽ മിസ്ർ, ആരാണ് ഈ നാടിന്റെ നേതാവ് എന്ന് ചോദിച്ചു. ഈ നാട്ടിലെ നേതാവ് ആരാണെന്ന് ചോദിച്ചു. ഫഖാലു, അപ്പോ നാട്ടുകാർ പറഞ്ഞു, അൽ ഹസൻ ഇബ്നു അബി അൽ ഹസൻ, ഇവിടുത്തെ നേതാവ് അൽ ഹസൻ ഇബ്നു അബി അൽ ഹസൻ അഥവാ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയാണ് എന്ന് പറഞ്ഞു. ഖാല ഫീമാ സാദ അഹ്ലഹു, എങ്ങനെയാണ് ആ വ്യക്തി ഈ ജനങ്ങളുടെ നേതാവായത്, എങ്ങനെയാണ് മാറിയത്? ഖാലു, അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ഇസ്തഗ്ന അമ്മാ ഫീ ഐദീഹിം മിൻ ദുനിയാഹും, ജനങ്ങളുടെ കയ്യിൽ ദുനിയാവിൽ നിന്ന് എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ള നിരാശ്രയനാണ്, അദ്ദേഹം അതിലേക്ക് ആവശ്യക്കാരനല്ല. വഹ്താജു ഇലാ മാ ഇൻദഹു മിൻ അംരി ദീനിഹിം, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ ആവശ്യക്കാരാണ്. അദ്ദേഹത്തിന്റെ ദീനിന്റെ ഇൽമ്, ജനങ്ങൾ ദീനിന്റെ ഇൽമ് നേടാൻ, കാര്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹത്തിലേക്ക് ആവശ്യക്കാരാണ് താനും. ഫഖാല അൽ അറാബി ലില്ലാഹി ദർറുഹു ഹാകദാ ഫലിയകുനി സയ്യിദു ഹഖൻ, അറാബി പറയാണ്, അല്ലാഹുവാണ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഒരു നേതാവ് ഉണ്ടാവുക. അപ്പൊ സഹോദരങ്ങളെ, മുൻഗാമികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു അവർ ദുനിയാവിന്റെ വിഷയങ്ങൾ നിരാശ്രയത്വം ഉണ്ടായിരുന്നു. നിരാശ്രയത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക എന്നല്ല അർത്ഥം. ഒരുപാട് സമ്പത്ത് ഉണ്ടാവലല്ല ഖനിയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖിനൽ ഖൽബ, അവനുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്, അവനുള്ളത് കൊണ്ട് സമാധാനം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരനാവാതെ ജീവിക്കാൻ സാധിക്കുക. അത് മുൻഗാമികളുടെ സലഫ് സ്വാലിഹ്യങ്ങളുടെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കും. ഹസൻ അൽ ബസ്രി റഹിമഹുള്ള അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇൽമിൽ അതീവ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തിലേക്ക് ആവശ്യക്കാരായിരുന്നു. ഇൽമിന്റെ ഫത്വ ചോദിക്കാൻ, എന്തെങ്കിലും ഒരു മസ്ലക്ക്, ഹജ്ജിന്റെ മസ്ലക്ക് ചോദിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ അവർ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. വഖീല, മറ്റൊരു സംഭവം, മർറ ബിഹി റാഹിബാൻ, ഒരിക്കൽ രണ്ട് പുരോഹിതന്മാർ, ക്രൈസ്തവർ പുരോഹിതന്മാർ അദ്ദേഹത്തിന് അടുക്കലൂടെ വരികയുണ്ടായി. ഫഖാല അഹദുഹുമാ ലിസ്വാഹിബിഹി, ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതനോട് പറഞ്ഞു, മിൽ ബിനാ ഇലാ ഹാദല്ലദീ യശ്ബിഹു സംതുഹു സംതൽ മസീഹ്, നമുക്ക് ഇവിടെ നിൽക്കാം ഈ വ്യക്തിയുടെ അടുത്ത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രീതികൾ, പ്രത്യേകതകൾ കാണുന്നത് പോലെ കാണുന്ന ഈ വ്യക്തിയുടെ അടുക്കൽ നിൽക്കാം, പെരുമാറ്റം കൊണ്ടും മറ്റുമല്ല. ലനംബുർ മാ ഇൻദഹ്, അങ്ങനെ നമുക്ക് നോക്കാം എന്താണ് ഉള്ളത്. ഫലമ്മാ ഖറബ മിൻഹു, അങ്ങനെ അവർ രണ്ടുപേരും ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കലേക്ക് എടുത്ത് വന്നു. സമിഅഹു യഖൂൽ, ഹസൻ ബസ്രി റഹിമഹുള്ള പറയുന്നത് കേട്ടു, യാ അജബൻ ലിഖൗമിൻ ഉമിറു ബിസ്സാദ്, എന്തു അവസ്ഥയാണ് ഒരു ജനത, അവർ നാളെ പരലോകത്തേക്ക് വിഭവം ഒരുക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വനൂദു ബിർറഹീൽ, ദുനിയാവിൽ നിന്ന് പോകാൻ അവരെ വിളിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം മരണം തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്, പരലോകത്തേക്ക് വിഭവം ഒരുക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഹബിസ അവ്വലുഹും അലാ ആഖിരിഹിം, അവരിൽ എല്ലാവരും അതാ തടയപ്പെട്ട അവസ്ഥയിലാണ്. ഫഹും യൻതളിറൂനൽ വുറൂദ അലാ റബ്ബിഹിം, അവരവരുടെ റബ്ബിലേക്ക് എത്തിപ്പെടുന്നതിനെ കാത്തിരിക്കുകയാണ്. സുമ്മഹും ബഅദ ദാലിക ഫീ സഖറത്തിൻ യഅമഹൂൻ, ഇതിനുശേഷവും അവർ അന്ധതയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരലോകത്തേക്ക് വിഭവങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധിക്കാതെ ദുനിയാവിന്റെ വിഷയങ്ങൾ മുഴുകി അന്ധതയിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജനതയുടെ അവസ്ഥ. എന്താണ്? സുമ്മ ബകാ ഹതാ ബല്ല ലിഹ്യത,
അങ്ങനെ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ താടി നനയുവോളം അദ്ദേഹം കരഞ്ഞു. ഫഖാല الراهبان, അപ്പോ ഈ പുരോഹിതന്മാർ പറഞ്ഞു, ഹസ്ബുനാ മാ സമിഅനാഹു മിനർ റജുൽ ثم انصرف عنه, നമുക്ക് മതിയായതാണ്, ഈ പറഞ്ഞു കേട്ടത് തന്നെ നമുക്ക് മതിയായതാണ് എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു പോവുകയുണ്ടായി. സഹോദരങ്ങളെ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹയുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, എപ്പോഴും പരലോകത്തെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയെ പറ്റിയും പരലോകത്തേക്ക് ഒരുക്കേണ്ട വിഭവങ്ങളെ പറ്റിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന വാക്കുകളാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അശ്രദ്ധമായി പോകുന്ന, നാം മറന്നു പോകുന്ന കാര്യങ്ങളുമാണത്. ഒരിക്കൽ അഹ്ലുൽ ബസ്രയിലെ ആളുകളോട് ചോദിക്കപ്പെട്ടു, മൻ അഅലമു അഹ്ലിഹ, ആരാണ് ബസ്രയിൽ ഏറ്റവും ഇൽമുള്ളവർ? വമൻ ഔറഉഹും, ഏറ്റവും വറഉള്ളവർ, ഒരു വിരക്തിയുള്ളവർ. വമൻ അസ്ഹദുഹും, ഏറ്റവും സുഹുദുള്ളവർ. വമൻ അജ്മലുഹും, ഏറ്റവും ഭംഗിയുള്ളവർ, അഥവാ ദീനു കൊണ്ടും ഈമാനു കൊണ്ടും ഏറ്റവും ഭംഗിയുള്ളവർ. ബദഉ ബിഹി വസന്നൗ ബിഗൈരിഹി, എല്ലാവരും പറഞ്ഞു ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്, ബാക്കിയുള്ളവരെ ഒഴിവാക്കി. ഫകാനു ഇദാ ദകറു അൽ ബസ്ര, ബസ്രയെ പറ്റി പറയുമ്പോഴെല്ലാം അവർ പറയുമായിരുന്നു, ഖാലു ശൈഖുഹ അൽ ഹസൻ, ബസ്രയിലെ ശൈഖ് എന്ന് പറയുന്നത് ഹസനാണ്. വഫതാഹ ബക്കർ ഇബ്നു അബ്ദില്ല അൽ മുസനി, ബസ്രയുടെ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ബക്കർ ഇബ്നു അബ്ദില്ല ഇബ്നു അംർ അൽ മുസ്നി റഹിമഹുല്ലാഹ്. അദ്ദേഹം അറിയപ്പെടുന്ന ഇമാമാണ്, ഇൽമിൽ മുന്നിട്ടിട്ടുള്ള വ്യക്തിയാണ്. ഹസൻ ബസ്രി റഹിമഹുള്ളയോടൊപ്പം അറിയപ്പെടുന്ന, എന്ന പ്രായം കൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന് ബസ്രയുടെ യുവാവ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹസൻ ബസ്രി റഹിമഹുള്ളാഹിക്കുണ്ടായിരുന്ന സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം, വളരെ വലുതായിരുന്നു. وقال عبد الواحد بن زيد لو رأيت الحسن, അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് റഹിമഹുല്ലാഹ് പറയാണ്, നിങ്ങൾ ഹസൻ ബസ്രിയെ കണ്ടിരുന്നുവെങ്കിൽ ലഖുൽത, നിങ്ങൾ പറയുമായിരുന്നു, സുബ്ബ അലാ ഹാദാ ഹിസ്നുൽ ഖലായിഖ് മിൻ തൂലി തിൽക അദ്ദംഅതി വകസ്റതി ദാലിക അന്നശീജ്, അദ്ദേഹത്തിന്റെ മുഖത്ത് എല്ലാവിധ സൃഷ്ടികളെയും അല്ലെങ്കിൽ ഭയങ്കരമായ ദുഃഖമുണ്ട് എന്ന് നിങ്ങൾ പറയുമായിരുന്നു. അദ്ദേഹം അത്രത്തോളം കരയുന്ന വ്യക്തിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്ത് ധാരാളമായി കരയുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ വളരെ ഭയപ്പാടുള്ള ഒരു മുഖമായിട്ടായിരുന്നു അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നത്. പരലോകത്തെ കുറിച്ചുള്ള ചിന്ത കാരണം അദ്ദേഹം അങ്ങനെയായിരുന്നു. വഖീല ലഹു, മറ്റൊരു റിവായത്തിൽ കാണാം, സിഫ് ലന അൽ ഹസൻ, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹയെ വിശദീകരിക്കാൻ അദ്ദേഹം എങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞു. ഫഖാല, അപ്പോൾ പറഞ്ഞു, റഹിമഹുല്ലാഹു അബാ സഈദ്, അബാ സഈദ്, അബൂ സഈദ് എന്നുള്ളത് ഹസൻ ബസ്രി റഹിമഹുല്ലാഹയുടെ കുനിയത്താണ്. അദ്ദേഹത്തിന് അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. വല്ലാഹി ഇദാ അഖ്ബലക അന്നഹു റജഅ മിൻ ദഫ്നി ഹമീമിഹി, അദ്ദേഹം മുന്നിട്ട് വരുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിച്ചു പോകും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ ദഫൻ ചെയ്തിട്ട് മറമാടിയിട്ട് വരികയാണ് എന്ന്. അദ്ദേഹം പിന്തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അദ്ദേഹത്തിന്റെ തലക്ക് മുകളിലാണ് നരകമുള്ളത് എന്ന്. അദ്ദേഹം ഇരുന്ന അവസ്ഥയിൽ കണ്ടാൽ നിങ്ങൾ വിചാരിച്ചു പോകും ഒരു തടവുകാരൻ അടുത്തത് അവന്റെ തലവെട്ടാൻ പോവുകയാണെന്നുള്ള നിലക്ക് ഒരു തടവുകാരനെ പിടിച്ചു വെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും അദ്ദേഹത്തിന്റെ മുഖവും അവസ്ഥയും കണ്ടാൽ. രാവിലെയായാൽ അദ്ദേഹം വരുന്നത് കണ്ടാൽ പരലോകത്ത് നിന്ന് വരുന്നത് പോലെയായിരിക്കും. വൈകുന്നേരമായി കഴിഞ്ഞാൽ മാരകമായ ഒരു രോഗം ബാധിച്ച വ്യക്തിയെ പോലെയായിരിക്കും. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു രീതി പറയാ, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും അതുപോലെ തന്നെ ഭയപ്പാടിലും ദുഃഖത്തിലുമായി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. ഇത്രയൊന്നുമില്ലെങ്കിലും എത്രയാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുന്നത്, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നത്, നരകത്തിനെ കുറിച്ച് ഭയപ്പെട്ടിട്ടുള്ളത്, മരണത്തിനെ കുറിച്ച് ബേജാറായിട്ടുള്ളത് എന്ന് നാം ആലോചിക്കണം. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. قال يونس بن عبد الله ما رأيت الحسن قط ضاحكا بملء فيه. യൂനിസ് ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഒരിക്കലും ഹസൻ ബസ്രി റഹിമഹുല്ലാഹയെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് മതിയാകുന്ന രീതിയിൽ ചിരിക്കുന്നതായിട്ട്, വളരെ പൊട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പല പണ്ഡിതന്മാരും തന്നെ ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ ഈ ഒരു രീതിക്ക് എതിര് പറഞ്ഞിട്ടുണ്ട്, സ്വഹാബാക്കൾ ചിരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇദ്ദേഹം വളരെയധികം ഭയപ്പാടോടുകൂടി തന്നെ അധികം ചിരിക്കാത്ത ഭയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു.
وقيل جلس محمد بن واسع إلى ثابت بن محمد البناني. സലഫുകൾപ്പെട്ട ശ്രേഷ്ഠനായ വ്യക്തിയാണ് സാബിത്ത് ബിൻ മുഹമ്മദ് അൽ ബുനാനി. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരു തവണ ഇരിക്കുകയുണ്ടായി മുഹമ്മദ് ബിൻ വാസിഅ എന്ന മറ്റൊരു സലഫുകൾപ്പെട്ട വ്യക്തി. ഫറആഹു യദ്ഹഖു ഫീ മജ്ലിസിഹി വയംസഹു. അപ്പൊ മുഹമ്മദ് ബിൻ വാസിഅ കണ്ടു സാബിത്ത് ബിൻ മുഹമ്മദ് അൽ ബുനാനി ചിരിക്കുന്നതും തമാശകൾ പറയുന്നതെല്ലാം കണ്ടു ആ സദസ്സിൽ. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആഫാക അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ. ഇന്നക ലതംസഹു ഫീ മജ്ലിസിക, നീ നിങ്ങളുടെ സദസ്സിൽ ഇങ്ങനെ തമാശ കളിച്ച് ഇരിക്കുകയാണോ? വലഖദ് കുന്നാ നജ്ലിസു ഇലൽ ഹസൻ, ഞങ്ങൾ ഹസൻ ബസരി റഹിമഹുള്ളാഹിയുടെ സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നു. ഫകന്നഹു ഇദാ ഖറജ ഇലൈനാ, ആ അവസ്ഥ, ഹസൻ ബസരിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളിലേക്ക് വന്നവനെ പോലെയാണ്. ഏതുപോലെ? ഞങ്ങളിലേക്ക് വരെ ഏതവസ്ഥയിലാ? കന്നഹു ജാഅ മിനൽ ആഖിറതി യുഹദ്ദിസുനാ അൻ അഹ്വാലിഹാ, പരലോകത്ത് നിന്ന് പരലോകത്തിന്റെ അവസ്ഥകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളിലേക്ക് വരുന്ന ഒരാളെ പോലെയാണ് ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദ് ഇബ്നു വാസിഅ റഹിമഹുല്ലാ. അപ്പോൾ സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാ പറഞ്ഞു, റഹിമല്ലാഹുൽ ഹസൻ കാന മിൻ അഹ്ലിൽ ഹഖ് വൽ ജിദ് വഅന്നാ ലനാ നദ്റത്തും മിൻഹു. അല്ലാഹു തആല ഹസൻ ബസരി റഹിമഹുല്ലാഹ് റഹ്മത്ത് ചൊരിയട്ടെ. അദ്ദേഹം ഏറ്റവും ഹഖിന്റെയും കഠിനമായി പരിശ്രമിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് സ്ഥാനമാണുള്ളത് അദ്ദേഹത്തിന്റെ അടുക്കൽ എന്ന് പറയാറുണ്ട്. വളരെയധികം അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുമായിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന, അടുപ്പം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഒരു റിവായത്തിൽ കാണാം, ഇഅ്തസലൽ ഹസനുൻ നാസ യൗമൻ, ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുല്ലാ ജനങ്ങളിൽ മാറി നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പല സലഫുകളിലും ഒരു രീതിയായിരുന്നു, അവർ ഒരുപാട് ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥ. എന്തിനാണ്? അള്ളാഹുമായിട്ടുള്ള ഉസ്ലത്തിന്, ഖുൽവത്തിന് വേണ്ടിയിട്ട്. ഫദഖല അലൈഹി റജുലുൻ, അങ്ങനെ മാറി എന്ന സമയത്ത് ഒരു വ്യക്തി ഹസൻ ബസീർ റഹിമഹുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു. ഫഖാല യാ അബാ സഈദ്, യാ അബാ സഈദ് അസ്ലഹക അല്ലാഹ്, അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ. ലഖദ് ഖിഫ്നാ അലൈകൽ വഹ്ശ, ഞങ്ങൾ ഭയപ്പെട്ടു, നിങ്ങൾ ഇങ്ങനെ ഒറ്റക്കാവുമ്പോ എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും സംഭവിക്കാൻ ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് തിരിച്ചു പറഞ്ഞു, ഫഖാല യാ ഇബ്ന അഖി, സഹോദര, ലാ യസ്തവഹിഷു മഅല്ലാഹി സുബ്ഹാനഹു വതആല ഇല്ലാ അഹ്മഖ്, വിഡ്ഢിയല്ലാതെ ഒരാളും അള്ളാഹുവിനോടൊപ്പം ഒറ്റക്കാവുകയില്ല. അഥവാ അള്ളാഹുവിനോടൊപ്പം നിൽക്കുന്ന ഒരാള് ഒറ്റക്കാണ് എന്നുള്ള അവസ്ഥയിൽ ഒരുത്തൻ തിന്മ ചെയ്യണം, അള്ളാഹു കാണുന്നില്ല, അള്ളാഹു അറിയുന്നില്ല എന്ന നിലയ്ക്ക് അവൻ അവന്റെ ഇഷ്ടത്തിന് തിന്മക്ക് വേണ്ടി മുഴുകണം എന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയായിരിക്കണം. അള്ളാഹുവിനോടൊപ്പം ആകുമ്പോൾ ഒരാളും വിഡ്ഢിയല്ലാത്ത ബാക്കിയുള്ള ഇൽമുള്ളവർ അവർ അള്ളാഹുവിനോടൊപ്പമായിരിക്കും. മുൻഗാമികൾ പറയാറുണ്ട്, ഇതുപോലെയുള്ള ഉസ്ലത്ത്, ഖുൽവത്ത്, ഒറ്റക്കാവുക എന്നുള്ളത് ദോഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു ആലിമിന് അത് ഖൈറാണ്. കാരണം അവൻ അള്ളാഹുമായിട്ട് ഒറ്റക്കാവുന്ന, ഖൽബ് അള്ളാഹുമായി തഅല്ലുഖാവുന്ന, അവന് ദിക്ർ വർദ്ധിക്കുന്ന, അവന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന, പശ്ചാത്തപിക്കുന്ന ഒരു അവസരമായിരിക്കും. എന്നാൽ ഒരു ജാഹിലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കാവുക എന്നുള്ളത് അവന്റെ തിന്മയുടെ കവാടങ്ങൾ തുറക്കുന്ന അവസ്ഥയായിരിക്കും. ഒറ്റക്കായി കഴിഞ്ഞാൽ അവൻ തിന്മയുടെ കവാടങ്ങൾ അതിലേക്ക് മുഴുകുന്ന അവസ്ഥയായിരിക്കും. അവൻ അള്ളാഹു ഒപ്പമുണ്ട് എന്നുള്ള ബോധം അവന് ബോധ്യപ്പെട്ടിട്ടില്ല, അവനത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ആ രീതിയിൽ വിഡ്ഢിയാകുന്നത്. ഹസൻ ബസീർ റഹിമഹുല്ലാഹ് അങ്ങനെ മാറി നിൽക്കാറുണ്ടായിരുന്നു. വഖാല ഹുമൈദ് ഖാദിമുൽ ഹസൻ, ഹുമൈദ് എന്ന വ്യക്തി ഹസൻ ബസീർ റഹിമഹുല്ലാഹയുടെ ഖാദിമാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല ലി അശ്ശഅബി യൗമൻ, ശഅബി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അതേ കാലത്ത് ജീവിച്ചിരുന്ന ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി എന്ന പണ്ഡിതൻ, അദ്ദേഹം ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹയുടെ ഖാദിമിനോട്, ജോലിക്കാരനോട് പറഞ്ഞു, ഉരീദു അൻ തുഅലിമനി ഇദാ ഖലാ അൽ ഹസനു ലഅജ്തമഅ ബിഹി ഖാലിയൻ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഒറ്റക്കായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ അറിയിക്കണം, ഞങ്ങൾക്ക് ഒറ്റക്കൊന്ന് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഒറ്റക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഫഅലംതു ബിദാലിക ഹസൻ, ഞാൻ അതിനെക്കുറിച്ച് ഹസൻ ബസീർ റഹിമഹുല്ലാഹയോട് ചോദിച്ചു, ഞാൻ അങ്ങനെ അറിയിക്കട്ടെ എന്നുള്ളത് അറിയിച്ചു. ഫഖാല അദ്ദിഫ്, അപ്പൊ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അങ്ങനെ ഞാൻ ആകുമ്പോൾ അയാൾ അറിയിക്കാൻ പറഞ്ഞു. ഫലിയതി ഇദാ ശാ, അവൻ ഉദ്ദേശിക്കാൻ വരട്ടെ. فخلا الحسن يوما, അങ്ങനെ ഒരു ദിവസം ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിൽ ഫഅലംതു ശഅബിയെ ഞാൻ അറിയിച്ചു, ജോലിക്കാരൻ പറയാം. ഫബാദറ, അദ്ദേഹം വന്നു. വഅതൈനാ മൻസിൽ അൽ ഹസൻ, ഹസന്റെ വീട്ടിലേക്ക് വന്നു. ഫവജദ്നാഹു മുസ്തഖ്ബിൽ
മുസ്തഖ്ബിലൽ ഖിബ്ലതി വഹുവ യഖൂൽ, അദ്ദേഹം ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടു. ഇബ്നു ആദം, മനുഷ്യ, ലം തകുൻ ഫകുവിൻത, നീ ഉണ്ടാകാത്തൊരവസ്ഥയുണ്ടായിരുന്നു, പിന്നെ നീ ഉണ്ടായി. വസഅൽത ഫഉതീത, നീ ചോദിച്ചു, അത് നിനക്ക് നൽകപ്പെട്ടു. വസുഇൽത ഫബഖിൽത, നിന്നോട് ചോദിക്കപ്പെട്ടു, പക്ഷെ നീ പിശുക്ക് കാണിച്ചു. ബിഅസ വല്ലാഹി വൈഹക മാ സനഅത, എന്തു മോശമാണ്, അല്ലാഹുവാണ്, എന്താണ് നീ ചെയ്യുന്നത്. ഫസല്ലംനാ അലൈഹി, അപ്പോ ശഅബി റഹ്മത്തുള്ളാഹി പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു, സലാം പറഞ്ഞു. വവഖഫ്നാ സഅതൻ, കുറച്ചേരം അവിടെ നിന്നു. ഫമൽതഫ്ത ഇലൈനാ, ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഞങ്ങളിലേക്ക് തിരിഞ്ഞില്ല. വലാ ശിഅറ ബിനാ, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അറിവ്, ഒരു അറിഞ്ഞിട്ട് തന്നെയല്ല അദ്ദേഹം. ഫഖാല ശഅബി, ആ സമയത്ത് ശഅബി പറഞ്ഞു, അർറജുലു വല്ലാഹി ഫീ ഗൈരി മാ നഹ്നു ഫീഹി ഫൻസറഫ്നാ വലം നജ്തമ ബിഹി, അല്ലാഹുവാണ് ആ വ്യക്തി, അദ്ദേഹം വേറൊരവസ്ഥയിലും നമ്മൾ വേറൊരവസ്ഥയിലുമാണെന്ന് പറഞ്ഞ് ശഅബി റഹിമഹുല്ലാഹ് തിരിഞ്ഞു പോവുകയാണ്. മനുഷ്യന് ഏൽപ്പിക്കപ്പെട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മുടെ കുടുംബം നോക്കലോ നമ്മുടെ വീട് വെക്കലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ മാത്രമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് ബാക്കിയുള്ള ചിന്തയിൽ നമ്മൾ മുഴുകിയാൽ അത് വലിയ അപകടം. അപ്പൊ ഇവിടെ പിന്നെ ആ ഒരു അടിമ അഥവാ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് മനുഷ്യന്റെ അവസ്ഥയെ സ്വയം ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹുമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സ്വന്തത്തെ വിചാരണ ചെയ്യുകയാണ്. ആ സമയത്ത് പുറത്തുള്ള ആളുകൾ വന്ന് പറഞ്ഞതും ഒന്നും ശ്രദ്ധിക്കാൻ പോലുമില്ലാതെ അദ്ദേഹം ദിക്റിൽ മുഴുകുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകുന്ന, സ്വയം വിചാരണ ചെയ്യുന്ന അവസ്ഥയാണ്. സഹോദരങ്ങളെ, നമുക്കുണ്ടായിരിക്കേണ്ട വളരെ വലിയ ഒരു ഗുണമാണ് സ്വന്തത്തെ കുറിച്ചിട്ടുള്ള, സ്വന്തത്തെ ഹിസാബ് ചെയ്യുക. എന്താണ് എന്റെ അവസ്ഥ, എന്റെ ഈമാനിന്റെ അവസ്ഥ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അവസ്ഥ, അത് എത്രത്തോളം ഒരാൾ ചെയ്യുന്നുവോ അത്രത്തോളം അയാളുടെ പരലോകത്തിൽ വിചാരണ കുറയുന്നതാണ്. വഖീല ലഹു യൗമൻ, അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, കൈഫ അസ്ബഹ്ത യാ അബാ സഈദ്, അബൂ സഈദ്, എങ്ങനെയുണ്ട് അവസ്ഥ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഖാല വല്ലാഹി മാ മൻ ഇൻകസറത് ബിഹി സഫീനത്തുൻ ഫീ ലുജജിൽ ബഹർ ബിഅഅളമ മിന്നി മുസീബതൻ, ഒരു കപ്പല്, ആ കപ്പല് കടലിന്റെ തിരമാലകൾക്ക് നടുവിൽ പൊട്ടിത്തകർന്ന അവസ്ഥയിലുണ്ട് വിചാരിക്കുക, അത് എനിക്കുള്ള ഈ മുസീബത്തിനേക്കാൾ വലിയ അവസ്ഥയിലല്ല, അതായത് അതിനേക്കാൾ വലിയൊരു അപകടത്തിലാണ് ഞാനെന്ന് പറഞ്ഞു. ഖീല വലിമ ദാലിക്, അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് അങ്ങനെ? ഖാല ലിഅന്നീ മിൻ ദുനൂബി അലാ യഖീൻ, കാരണം എനിക്ക് എന്റെ പാപങ്ങളുടെ മേലെ ദൃഢമായ ഒരു ബോധമുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ട്. വമിൻ തഅതി വഖബൂലി അമലി അലാ വജലിൻ, എന്നാൽ ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചതിലും എന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ ഞാൻ സംശയത്തിലാണ്, അതെനിക്ക് ഉറപ്പില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, എന്റെ സൽക്കർമ്മം സ്വീകരിച്ചോ എന്നുള്ളതിൽ എനിക്ക് ഉറപ്പില്ല. ലാ അദ്രി അഖ്ബിലത് മിന്നി അം ദുരിബ ബിഹാ വജ്ഹി, എനിക്കറിയില്ല അത് എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ അല്ലെങ്കിൽ അതെന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഫഖീല ലഹു, അപ്പൊ ചോദിച്ചു, ഫഅൻത തഖൂലു ദാലിക യാ അബാ സഈദ്, അബൂ സഈദ്, നിങ്ങളാണോ ഇങ്ങനെ പറയുന്നത്? നാട്ടില് സയ്യിദായിട്ടുള്ള വളരെയധികം തഖ്വയിലും സിദ്ഖിലുമെല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞ വാക്കാണിത്. അപ്പൊ നിങ്ങളാണോ ഇങ്ങനെ പറയുന്നത്? അപ്പൊ അദ്ദേഹം മറുപടി ചോദിച്ചു, ഫഖാല വലിമ ലാ അഖൂലു ദാലിക, ഞാനിങ്ങനെ പറയാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്? വമല്ലദീ യുഅമ്മിനുനി അൻ യകൂന അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് നദറ ഇലയ്യ വഅനാ അലാ ബഅദി ഹനാതി നദറതൻ മഖതനി ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോടുള്ള കോപത്തിലും എന്നോട് നിസ്സാരമായി കണ്ടിട്ട് ഞാൻ എന്റെ പാപങ്ങളുമായി നിൽക്കുന്ന അവസ്ഥയിൽ അല്ലാഹു എന്നെ നോക്കുന്നതിൽ നിന്ന് ആരാണ് എനിക്ക് നിർഭയത്വം നൽകുക? ഫഅഗ്ലഖ അന്നി ബാബ തൗബ, അങ്ങനെ തൗബയുടെ കവാടങ്ങൾ എന്നിൽ അടക്കപ്പെടുകയും വഹാല ബൈനി വബൈനൽ മഗ്ഫിറ, എന്റെയും മഗ്ഫിറത്തിന്റെയും ഇടയിൽ ഒരു മറയിടപ്പെടുകയും ഫഅന അമലു ഫീ ഗൈരി മുഅ്തമിലിൻ, ഞാനത് പരിഗണിക്കപ്പെടാത്ത അവസ്ഥയിൽ കർമ്മം ചെയ്യുന്ന അവസ്ഥയിലുമായാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ആരാണ് എനിക്ക് നിർഭയത്വം നൽകുക? സഹോദരങ്ങളെ, നാം ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമുക്കറിയാം നമ്മുടെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളുമുണ്ട്, ചിന്മകളുമുണ്ട്. എന്നാൽ തിന്മകൾ നമുക്ക് ഉറപ്പാണ്, പക്ഷെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല. മുൻഗാമികൾ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടും പരലോകത്തിനെ കുറിച്ചുള്ള ഭയം കൊണ്ടും അവർ എപ്പോഴും തങ്ങളുടെ കുറവുകളെ കുറിച്ച് ബോധമുള്ളവരായിരുന്നു. നമ്മുടെ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു നന്മ ചെയ്യുമ്പോഴേക്കും ഞാൻ വളരെ മുന്നിലെത്തിയിട്ടുണ്ട്, തിന്മ ചെയ്താൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നുള്ള അവസ്ഥയിലും ഏറ്റവും നിർഭയത്വമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ.
മറ്റൊരു സംഭവം കാണാം. വഖാല ലഹു ആഖർ, വേറൊരാൾ ഹസൻ ബസീർ റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുകയുണ്ടായി, കൈഫ ഹാലുക യാ അബാ സഈദ്, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഫഖാല ശർറു ഹാലിൻ, ഏറ്റവും ഷർറ് നിറഞ്ഞൊരു അവസ്ഥയിലാണ്. ഖാല വലിമ ദാലിക്, എന്താണ് ഇങ്ങനെ ആവാനുള്ള കാരണം? ഖാല ലിഅന്നി ഉംറുഉൻ അൻതദിറുൽ മൗത ഇദാ അസ്ബഹ്തു വഇദാ അംസൈതു, രാവിലെ ആയാലും വൈകുന്നേരമായാലും മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ثم لا أدري على أي حالة أموت, എനിക്കറിയില്ല ഏതവസ്ഥയിലാണ് ഞാൻ മരിക്കുക എന്ന് എനിക്കറിയില്ല, അതാണ് എന്റെ അവസ്ഥ എന്ന് ഹസനുൽ ബസറി റഹിമഹുല്ലാഹ് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു പാപത്തിൽ മുഴുകുന്ന അവസ്ഥയിൽ, തിന്മയുടെ അവസ്ഥയിൽ, അള്ളാഹുവിനെ കുറിച്ച് ഗഫ്ലത്തായിരുന്ന ആകുന്ന അവസ്ഥയിലാണ് നമ്മുടെ മരണം വരുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് സ്വന്തം അവസ്ഥയെ കുറിച്ച് അദ്ദേഹം ഭയപ്പെടുകയാണ്. മറ്റൊരിക്കൽ ഹസൻ ബസീർ റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. ആ വ്യക്തി പ്രവേശിക്കുന്ന സമയത്ത് ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി കരയാണ്. ഫഖാല, അപ്പൊ ചോദിച്ചു, മാ യുബ്കീക അസ്ലഹകല്ലാഹ്, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്? എന്താ കരയാൻ കാരണം? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഖാഫു വല്ലാഹി അയ്യുദ്ഖിലനി മാലികി അന്നാറ വലാ യുബാലി, ഞാൻ ഭയപ്പെടുന്നു അല്ലാഹുവാണ് എന്റെ മാലിക് അല്ലാഹു തആല എന്നെ നരകത്തിലേക്ക് എറിയുകയും ഒരു പരിഗണനയുമില്ലാതെ എന്നെ നരകത്തിലേക്ക് എറിയുന്ന അവസ്ഥയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ചു നോക്കാം, നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു പരിഗണനയുമില്ലാതെ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു അവസ്ഥയെ കുറിച്ച് എത്രയാണ് നാം ആലോചിക്കുന്നത്? നാം പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ഈ വാക്കുകൾ, മുൻഗാമികളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു താരതമ്യം ചെയ്യലാണ്, സ്വയം പരിശോധിക്കലാണ്. നമ്മളും മുൻഗാമികളും സലഫുകളും തമ്മിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നരകത്തിനെ കുറിച്ച് ഭയപ്പെടാനും അതിൽ നിന്ന് രക്ഷ തേടാനും എത്രയാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്? മറ്റൊരിക്കൽ അദ്ദേഹത്തിനോട് ഒരു താമ, ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള താമത്തുൽ കുബ്ര, വളരെ ഭയാനകമായ ഒരു അവസ്ഥ, ഒരു നാശം എന്താണ് എന്ന് ചോദിച്ചു. فقال الحسن البصري رحمه الله പറഞ്ഞു, هي الساعة التي يدفع الناس فيها إلى عذاب جهنم وبئس المصير. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ സമയമാണ്. നഊദു ബില്ലാഹി മിനൻ നാർ വമിൻ അമലിൻ യുഅദ്ദി ഇലൻ നാർ. അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷ തേടുകയും നരകത്തിലേക്ക് നയിക്കുന്ന അതിന് കാരണമാകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്തു. മറ്റൊരിക്കൽ ഹസൻ ബസറി റഹിമഹുള്ളാഹിയുടെ സദസ്സിൽ വെച്ച് നരകത്തെ കുറിച്ച് പരാമർശിക്കപ്പെടുക. അപ്പൊ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ, റുവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസായിട്ട് പറഞ്ഞു, യഖ്റുജു ഗദൻ മിനൻ നാരി റജുലുൻ ബഅദ അൻ യുഖീമ ഫീഹാ അഅ്വാമൻ. നാളെ ഒരാളെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും, ഒരുപാട് കാലം അവിടെ ജീവിച്ചതിന് ശേഷം, നരകത്തിലായതിനു ശേഷം. ഇതിന്റെ ശരിക്കുള്ള റിവായത്ത് ബുഖാരിയിൽ വന്നിട്ടുള്ളത്, യഖ്റുജു ഖൗമുൻ മിനൻ നാരി ബഅദമാ മസ്സഹും മിൻഹാ സഫഉൻ ഫയദ്ഖുലൂനൽ ജന്ന ഫയുസമ്മീഹിം അഹ്ലുൽ ജന്ന അൽ ജഹന്നമീൻ. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവസാനത്തിൽ ആ കൂട്ടരെ ജഹന്നമീങ്ങൾ എന്ന്, ജഹന്നത്തിന്റെ ആളുകൾ എന്ന പേരിൽ അവരെ അറിയപ്പെടുന്നതും, അങ്ങനെ അവർ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ഹദീസ് പറയപ്പെട്ടപ്പോൾ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈതനീ കുൻതു ദാലിക റജുൽ, ഞാൻ ആ വ്യക്തിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അതിൽപ്പെട്ടവനായിരുന്നെങ്കിൽ, അഥവാ നരകത്തിൽ നിന്ന് അവസാനമെങ്കിലും, നരകത്തിൽ പ്രവേശിക്കണം എന്നല്ല, സ്വർഗത്തിലേക്ക് അവസാനമെങ്കിലും പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മാ സദ്ദഖ അബ്ദുൻ ബിന്നാർ ഇല്ലാ വാഖത് അലൈഹിൽ അർളു ബിമാ റഹബത്. ഒരടിമ നരകത്തെ സത്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നരകത്തെക്കുറിച്ചും നരകശിക്ഷകളെ കുറിച്ചും സത്യമായ ഒരു ബോധം അവൻ ഉണ്ടായിരുന്നെങ്കിൽ, വിശാലമായ ഭൂമി അവൻ ഇടുങ്ങിയതായിട്ട് അവൻ അനുഭവിക്കും. അവന്റെ ഒരു ഭയം നിറയും. വലാ വല്ലാഹി മാ സദ്ദഖ അബ്ദുൻ ബിന്നാർ ഇല്ലാ വഹറ ദാലിക ഫീ ലഹ്മിഹി വദമിഹി. അല്ലാഹുവാണ്, ഒരടിമ നരകത്തെ സത്യപ്പെടുത്തുന്നില്ല അവന്റെ മാംസത്തിലും രക്തത്തിലും അത് പ്രകടമാകാതെ. അവന്റെ മാംസത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ആ നരകത്തിനെ കുറിച്ചുള്ള ഭയം അവന് പ്രകടമായിരിക്കും. ഇതായിരുന്നു മുൻഗാമികൾക്ക് നരകത്തെ കുറിച്ചുണ്ടായിരുന്ന ഭയവും പേടിയും ചിന്തയും. നാം പലപ്പോഴും അതിനെക്കുറിച്ച് മറന്നുപോകുന്നു എന്നതാണ് നാം സൂക്ഷിക്കേണ്ടത്.
വഖീല ലി അബീ സുലൈമാൻ അദ്ദാറാനി, സലഫുകളിൽപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് അബൂ സുലൈമാൻ അദ്ദാറാനി, അബ്ദുറഹ്മാൻ ഇബ്നു അഹ്മദ് ഇബ്നു അത്തിയ അൽ അൻസി എന്നറിയപ്പെടുന്ന അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഇന്നൽ ഹസന കാന യഖൂൽ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, മൻ അറാദ അൻ യഖ്ശഅ ഖൽബുഹു വയഗ്സുറ ദംഉഹു, ആരെങ്കിലും അവന്റെ ഖൽബിന് ഖുശൂ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവന് അള്ളാഹുവിനെ ഓർത്ത് ധാരാളം കരയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫല്യകുൽ ഫീ നിസ്ഫി ബത്നിഹി, അവന്റെ വയറിന്റെ പകുതി മാത്രം ഭക്ഷിക്കട്ടെ. فقال أبو سليمان الداراني رحمه الله പറയാണ്, رحم الله أبا سعيد, أبو حسن البصري الله رحمة شريعته, كان والله من القوم الذين مهدوا لأنفسهم. ഹസൻ ബസരി സ്വന്തത്തെ ധാരാളമായി വിചാരണ ചെയ്യുന്ന ആളുകൾപ്പെട്ട വ്യക്തിയായിരുന്നു. വനാഖശൂഹാ അൽ ഹിസാബ ഖൗബ യൗമിൽ ഹിസാബ്, ധാരാളം വിചാരണ ചെയ്യുമായിരുന്നു. വഇന്നി ലഅർജു അൻ യകൂന മിനൽ ഫായിസീൻ റഹിമഹുല്ലാഹു തആല, ഞാൻ വിജയിച്ചവരിൽ ഉൾപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് ഇതിൽ പറഞ്ഞ വിഷയം, ഖൽബിന് ഖുശൂ ഉണ്ടാവണമെങ്കിൽ, അള്ളാഹുവിനെ ഓർത്ത് കരയണമെങ്കിൽ ഭക്ഷണം അവന്റെ പകുതി വയറ് മാത്രം കഴിക്കട്ടെ. ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിലും മനസ്സിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയവും നിറക്കാൻ കാരണമാകുന്നതാണ്. അറിയപ്പെട്ട കാര്യമാണ്. നമ്മുടെ വയറ് എപ്പോഴെല്ലാം നിറയുമോ അപ്പോഴെല്ലാം നമ്മുടെ ശഹ്വത്തുകളും അധികരിക്കും. ഒരാൾ അവന്റെ വയറിനെ നിയന്ത്രിച്ചാൽ അവന്റെ ദീനിനെ അവൻ നിയന്ത്രിച്ചു. ഭക്ഷണം അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കൂടുതൽ തിന്മയിലേക്കുള്ള പ്രേരണ വർദ്ധിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. وكان رجل من أهل المسجد الحرام يقول, മസ്ജിദുൽ ഹറമിൽ മറ്റൊരു വ്യക്തി പറയുമായിരുന്നു, അഥവാ പിന്നെ മസ്ജിദുൽ ഹറമിൽ അഥവാ മദീനത്ത് ആണ് ഉദ്ദേശം പ്രധാനമായിട്ടുണ്ടാവുക. പിന്നെ ഇൽമ പഠിക്കുന്ന, ഇൽമിന്റെ ഹദീസിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പറയാണ്, മാ കുൻതു ഉരീദു അൻ അജ്ലിസ ഇലാ ഖൗമിൻ ഇല്ലാ വഫീഹിം മൻ യുഹദ്ദിസു അനിൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസരി, ഞാൻ ഉദ്ദേശിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാറില്ല ഹസൻ ബസ്രി റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കാത്ത ഒരു സദസ്സിൽ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. റാവിയാണ്, ഹദീസുകൾ ഉദ്ധരിക്കുന്ന വ്യക്തിയാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാത്ത ഒരു സദസ്സിൽ ഞാൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. മറ്റൊരു ദിവസം ഹസൻ ബസ്രി റഹിമഹുല്ലാഹോട് ചോദിക്കപ്പെട്ടു, യാ അബാ സഈദ്, അബൂ സഈദ്, അയ്യു ശൈഇൻ യുദ്ഖിലുൽ ഹുസ്ന ഫിൽ ഖൽബ്, ഖൽബിൽ ദുഃഖമുണ്ടാക്കുന്ന അഥവാ അള്ളാഹുവിനെ കുറിച്ച് ഭയവും പേടിയും ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ജൂ, വിശപ്പാണെന്ന് പറഞ്ഞു. ഖാല ഫഅയ്യു ശൈഇൻ യുഖ്രിജുഹു, എന്ത് കാര്യമാണ് ഖൽബിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ദുഃഖവും ഭയവും എല്ലാം ഇല്ലാതാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. ഖാല അശ്ശിബ, വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ഇത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. അറിയപ്പെട്ട റൂഹിനും ബദനിനും ശരീരത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഭക്ഷണം കുറയ്ക്കുക, ഒരുത്തന്റെ ആവശ്യത്തിന് മാത്രമാക്കുക എന്നതാണ്. അത് അവന്റെ ഖൽബിനെ കൂടുതൽ ലോലമാക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കും, അതുപോലെ കൂടുതൽ ഇബാദത്തിൽ മുന്നിടാൻ അവനെ സഹായിക്കും. വകാന യഖൂൽ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, തൂബു ഇലല്ലാഹി മിൻ കസ്റത്തിൻ നൗമി വത്തആം, അമിതമായ ഉറക്കത്തിൽ നിന്നും അമിതമായ ഭക്ഷണത്തിൽ നിന്നും അള്ളാഹുലേക്ക് നിങ്ങൾ തൗബ ചെയ്തോളൂ എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അപകടം കാരണത്താൽ അദ്ദേഹം അതിനെ ആ രീതിയിൽ അവതരിപ്പിച്ചതാണ്. അമിതമായ ഉറക്കവും അമിതമായ ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടമാണ്. ഈ രണ്ട് കാര്യം എന്തുണ്ടാക്കും? ഖസ്വത്തുൽ ഖൽബ് ഉണ്ടാക്കും. ഖസ്വത്തുൽ ഖൽബ് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് അകലാൻ തുടങ്ങും, പാപങ്ങളിൽ മുഴുകും, അത് കുഫറിൽ വരെ എത്തിക്കുന്ന അവസ്ഥയിലുണ്ടാവും, ദുനിയാവിനോടുള്ള ഇച്ഛകൾ വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ അതിൽ നിന്ന്, അതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങാൻ പറയുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റുവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ആയിക്കൊണ്ട് അദ്ദേഹം പറയാറുണ്ട്, മാ മിൻ അബ്ദിൻ ജവഅ നഫ്സഹു ഇല്ലാ ലം യകുൻ ലി അഹദിൻ സവാബുൻ അഫ്ളലു മിൻ സവാബിഹി ദാലികൽ യൗം, ഒരാളുമില്ല സ്വന്തത്തെ പട്ടിണിയിലാക്കാതെ, വിശപ്പിലാക്കാതെ നാളെ പരലോകത്ത് മറ്റാരേക്കാളും പ്രതിഫലം ഇവരായിക്കൊണ്ട് വരുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ഇല്ലാ ലിമൻ ജാഅ ബിമിസ്ലി മാ ജാഅ ബിഹി, ഇവനെ പോലെ വരാത്ത മറ്റൊരാളെക്കാൾ. ഇവിടെ ഉദ്ദേശം മൻ സാമ ലില്ലാഹി സുബ്ഹാനഹു വ തആല,
അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നോമ്പ് നോൽക്കുക. പട്ടിണിയാവുന്ന ഉദ്ദേശം എന്താണ്? നോമ്പ് നോൽക്കുക. നോമ്പിന്റെ പ്രതിഫലം നമുക്കറിയാം. പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന അജ്സീ ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അപ്പൊ അത് പ്രത്യേകമായിട്ടുള്ള പ്രതിഫലമാണ് എന്നുള്ളതാണ് ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചു എന്നാണ് അറിയുന്നത്. അതിന്റെ സിഹത്ത് നമ്മൾ വേറെ പരിശോധിക്കണം. അല്ലാഹു അഅലം. ഇവിടെ ഉദ്ദേശം നോമ്പിന്റെ പ്രതിഫലമാണ്. വഖാല മാലിക് ഇബ്നു ദിനാർ, ഒരിക്കൽ മാലിക് ഇബ്നു ദിനാർ, അദ്ദേഹവും ബസ്രക്കാരനാണ്, അറിയപ്പെട്ട സാഹിദും പണ്ഡിതനുമാണ്. അദ്ദേഹം ഒരിക്കൽ ദഖൽതു യൗമൻ അലൽ ഹസനി വഹുവ യഅകുലു, അദ്ദേഹം പറയാണ് ഞാൻ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അടുക്കലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, കുൽ യ ഇബ്ന അഖി, സഹോദര ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ഫഖുൽതു, അപ്പോൾ മാലിക് ഇബ്നു ദിനാർ പറഞ്ഞു, അക്കൽതു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ഫഖാല വഇൻ ഫഅൽത ഫഅസ്ഇദ്നി, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഒപ്പം ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ മാലിക് ഇബ്നു ദിനാർ പറഞ്ഞു, വല്ലാഹി ലഖദ് ശബഅതു, അല്ലാഹുവാണ് എന്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്, എന്റെ വയറ് നിറഞ്ഞ് ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല പറഞ്ഞു. ഫഖാല അൽ ഹസൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, യാ സുബ്ഹാനല്ലാഹ് മാ കുൻതു ഇഖാലു അന്ന മുഅ്മിനൻ യഅകുലു ഹത്താ യശ്ബഅ ഫലാ യഖദിറു അൻ യുസാഇദ അഖാഹു. ഒരു പിന്നെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലാകാൻ പറ്റുന്നത്? ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മുഅ്മിൻ എങ്ങനെയാണ് ഇങ്ങനെ ആവുക? അവൻ തന്റെ സഹോദരനെ ഒന്ന് സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ മാത്രം വയറ് നിറച്ച് ഒരു മുഅ്മിൻ കഴിക്കുകയോ എന്ന് അദ്ദേഹം അനുഭവത്തോടു കൂടി ചോദിക്കുകയാണ്. നാം പറഞ്ഞല്ലോ, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒരു മുഅ്മിൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചോദിക്കുകയാണ്. വഖീല, മറ്റൊരു സംഭവം, ഹളറ അൽ ഹസനു വലീമതൻ, അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഒരു വലീമയിൽ പങ്കെടുത്തു, ഒരു വിവാഹ സദ്യയിൽ പങ്കെടുത്തു. വഹളറഹാ റജുലുൻ മിനൽ മുതഖശ്ശിഫീന, തന്റെ ഭൗതിക വിരക്തിയെല്ലാം പ്രകടമായി കാണിക്കുന്ന, ഞാനൊരു സാഹിദാണെന്ന് ആളുകളെ കാണിക്കുന്ന ഒരു വ്യക്തി കൂടി ആ സദസ്സിലുണ്ടായിരുന്നു, ആ വിവാഹ സദസ്സിലുണ്ടായിരുന്നു. ഫലമ്മ ഖുദ്ദിമത്തിൽ ഹൽവ, അങ്ങനെ അവരുടെ അടുക്കലേക്ക് ഒരു മധുരമുള്ള ഒരു എന്തോ വിഭവം കൊണ്ടുവന്നു. റഫയദഹു റിയാഅൻ വതസന്നുഅൻ, അപ്പൊ ഈ സുഹൃദ് കാണിക്കുന്ന ആള് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മധുരം കൊണ്ടുവന്ന് വെച്ചപ്പോ കൈ ഉയർത്തി, ഇങ്ങനെ ഞാനത് കഴിക്കുന്ന ആളല്ല, മധുരമൊന്നും ഞാൻ കഴിക്കൂല, ഒരു നാട്യം കാണിക്കാൻ വേണ്ടിയിട്ട് റിയായിന് വേണ്ടി ഞാൻ അത് കഴിക്കാത്ത ആളാണ് കാണിക്കുക. അത് പണ്ട് കാലത്ത് തസവുഫിന്റെ സുഹൃദ് അഭിനയിച്ചിരുന്ന ആളുകൾ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട രീതിയിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു മധുരം ഒഴിവാക്കുക, മാംസം ഒഴിവാക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ആൾക്കാർ ഉപയോഗിച്ചിങ്ങനെ കൈ ഉയർത്തി കാണിച്ചു, ഞാൻ അത് കഴിക്കാത്ത ആളാണ്. ഫാക്കൽ അൽ ഹസൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് കഴിക്കാനും തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്, വഖാല കുൽ യാ ലുഖഉ, വിഡ്ഢി ചെക്കാന്നുള്ള അർത്ഥത്തിൽ ഈ കഴിക്കാൻ നോക്ക്. ഫലനിഅമതുല്ലാഹി അലൈക ഫിൽ മാഇൽ ബാരിദ് അഅ്ദമു മിൻ നിഅമതിഹി അലൈക ഫിൽ ഹൽവ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു തണുത്ത വെള്ളം കുടിക്കാൻ തന്നു എന്നുള്ളത് തന്നെ ഈ മധുരത്തിനേക്കാൾ വലിയ നിഅമത്താണ്. അതായത് തണുത്ത വെള്ളം തീയുണ്ട്, കുടിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്ത് അത് തന്നെ വലുതാണ്. ഇതിന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാത്തവനാന്നുള്ള നിലക്ക് നീ കാണിക്കണ്ട എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ചരിത്രത്തിൽ അറിയപ്പെട്ട സാഹിദും അറിയപ്പെട്ട സുഹുദിന്റെ ആളാണ്. അതേ സമയത്തുണ്ടായിരുന്ന മറ്റു പല ആളുകൾ, ഈ സുഹുദിന്റെ രണ്ട് അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ആളുകളെ കാണിക്കാൻ വേണ്ടി സുഹുദ് അഭിനയിക്കുന്ന ആളുകളുണ്ട്. മോശപ്പെട്ട വസ്ത്രം ധരിച്ച്, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാതെ അത് ഞങ്ങൾ സാഹിദുകളാണെന്ന് അറിയിക്കാൻ നടക്കുന്നത് ഇന്ന് കാലത്തെ സൂഫികൾ. അതല്ല യഥാർത്ഥത്തിൽ സുഹുദ്. യഥാർത്ഥ മൻഹജിൽ ഖുർആനിലും സുന്നത്തിലും നിന്നുകൊണ്ട് ഖൽബിൽ ദുനിയാവിനോടുള്ള വിരക്തി വെച്ച് അള്ളാഹുമായി ഖൽബ് തഅല്ലുഖാവുന്ന യഥാർത്ഥ മുൻഗാമികൾ സാഹിദുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ് അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. മറ്റൊരു സംഭവം കാണാം. ഇന്ന റജുല കാന ഇഖ്തസല മിന അത്അമി ദജ്ജാജ, ഒരു വ്യക്തി ഈ കോഴിമാംസം, കോഴിയുടെ ഇറച്ചി കഴിക്കാതെ അത് ഒഴിവാക്കാൻ തുടങ്ങി. അതും അന്ന് കാലത്ത് പണ്ട് കാലത്ത് സൂഫികൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. കോഴിയുടെ മാംസം അവർ കഴിക്കൂല, അതുപോലെ മറ്റു പല മാംസങ്ങളും അവർ കഴിക്കൂല. അപ്പൊ അത് അവർ ഒരു വ്യക്തി ഒഴിവാക്കി. ഫഖാല ഹസൻ, അപ്പോൾ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ആ വ്യക്തിയോട് പറഞ്ഞു, റുദ്ദ മാ ഹുവ അലൈക ഹറാമുൻ, നിനക്ക് ഹറാമായിട്ടുള്ള കാര്യം എന്താണോ അത് നീ ഒഴിവാക്ക്. വകുൽ ഇൻ ശിഅത മാ ഹുവ ലക ഹലാലുൻ,
ഹലാലാക്കിയതിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്ന നീ കഴിച്ചുകൊള്ളുക. ദിയാഇനെ ആളുകൾ കാണാൻ വേണ്ടി ഓരോ അമലുകൾ ചെയ്യുന്നതിനെയും ആളുകളുടെ മുമ്പിൽ നാട്യം കാണിക്കുന്നതിനെയും നീ സൂക്ഷിക്കുക. ഇത് രണ്ടും ചെയ്യുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ അല്ലാഹു മാത്രമായിരിക്കണം ലക്ഷ്യം. അള്ളാഹു മാത്രം. ആളുകൾ എന്ത് പറയുന്നു, ആളുകൾ എന്ത് നമ്മളെ ഏത് രീതിയിൽ കണക്കാക്കണം എന്നുള്ളതല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടപ്പോൾ സുഹുദ് എന്താണ് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അമിതമായ ദുഃഖവുമില്ലാതെ ലഭിച്ചതിൽ അമിതമായ സന്തോഷമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, 1,00,000 ദീനാറുള്ള ഒരു വ്യക്തി അയാൾക്ക് ജാഹിദാകാൻ പറ്റുമോ? ഇമാം അഹ്മദ് പറഞ്ഞു പറ്റും. എന്താ സംശയം? അദ്ദേഹത്തിന് അതിൽ കൂടിയാൽ അമിതമായ സന്തോഷമോ കുറഞ്ഞാൽ ദുഃഖമോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനാകാൻ പറ്റും. അപ്പൊ സമ്പത്തുണ്ടാവുക എന്നുള്ളത് ഒരിക്കലും സുഹുദില്ല എന്നുള്ളതിന് തെളിവല്ല. സമ്പത്തില്ലാതിരിക്കുക എന്നുള്ളത് ഒരാൾ ജാഹിദാണ് എന്നുള്ളതിനും തെളിവല്ല. അത് ഖൽബുമായി ബന്ധപ്പെട്ട മഹത്തായ ഒരു സ്ഥാനമാണ്. ഒരു ജനാസയിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഒരു വൃദ്ധനായ ഒരു വ്യക്തിയെ കണ്ടു. അങ്ങനെ മറവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോ ഖാല ലഹു അൽ ഹസൻ, ഈ വൃദ്ധനായ വ്യക്തിയോട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ചെന്ന് പറഞ്ഞു, യാ ഷെയ്ഖേ അസ്അലുക ബിറബ്ബിക്, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, അതബുന്നു അന്ന ഹാദൽ മയ്യിത യബദ്ദു അൻ യുറദ്ദ ഇല ദുനിയ ഫയസീദ മിൻ അമലിഹി സാലിഹ് വയസ്തഗ്ഫിറുല്ലാഹ് മിൻ ദുനൂബിഹി സാലിഫ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മയ്യിത്ത് ഇപ്പൊ കൊതിക്കുന്നുണ്ടാവും ഒന്ന് ദുനിയാവിലേക്ക് മടക്കപ്പെടാനും എന്നിട്ട് ചെയ്യാതെ പോയ അമലുസ്സാലിഹാത്തുകൾ അല്ലെങ്കിൽ അമലുസ്സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനും ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടാനും ഇപ്പൊ ഈ മയ്യത്ത് കൊതിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഫഖാല ഷെയ്ഖ് വൃദ്ധനായ വ്യക്തി പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലാഹുവാണ് തീർച്ചയായിട്ടുണ്ടാവും. ഫഖാല അൽ ഹസൻ, അപ്പൊ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫമാ ബാലുനാ ലാ നകൂനു കുല്ലുനാ കഹാദൽ മയ്യിത്ത്. നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ഒരാളും തന്നെ ഈ മയ്യത്തിനെ പോലെ ആകുന്നില്ലല്ലോ. അഥവാ മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു വ്യക്തി, ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും കൊതിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് ചെയ്യാതെ പോയ കർമ്മങ്ങൾ ചെയ്യാനും സൽക്കർമ്മങ്ങൾ മുന്നേറാനും പാപങ്ങൾ പിന്നെ ഇതാവാനും. മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, അലി അമലു സാലിഹൻ ബിമാ തറക്ത് റബ്ബി ഇർജിഊൻ, എന്റെ റബ്ബേ എന്നെ ഒന്ന് മടക്കണം, ഞാൻ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഇത് ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഫമാ ബാലു, നമ്മുടെ അവസ്ഥ എന്താണ്? ലാ നകൂനു കുല്ലുനാ കഹാദൽ മയ്യിത്ത്, ഈ മയ്യത്തിനെ പോലെ ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാവാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. സുമ്മൻ സറഫ, അങ്ങനെ ഹസൻ ബസ്രി പിന്തിരിഞ്ഞു പോയി. വഹുവ യഖൂൽ, ആ ഷെയ്ഖ് ആ വൃദ്ധൻ പറയുന്നുണ്ടായിരുന്നു, അയ്യു മൗഇദത്തിൻ, എന്തൊരു ഉപദേശമാണത്, എന്തൊരു ഉപദേശമാണത്. മാ ബലഗ ലൗ കാന ബിൽ ഖുലൂബി ഹയാത്ത്, ഖൽബുകൾ ഹയാത്തുള്ളതാണെങ്കിൽ എന്ത് ആഴത്തിലേക്ക് പതിയേണ്ട ഉപദേശമാണത്. വലാകിൻ ലാ ഹയാതൻ ലിമൻ തുനാദി, എന്നാൽ ഇത് അറിയിക്കപ്പെടുന്ന ആളുകൾക്ക് ഖൽബിൽ ജീവനില്ലാതെ, അല്ലെങ്കിൽ ഈ പിന്നെ രണ്ട് ഉദ്ദേശം ഉണ്ടാവാം, ഈ മരണപ്പെട്ട ആൾക്ക് ജീവനില്ല അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ജീവനില്ലാത്ത അവസ്ഥയിലാണല്ലോ. സഹോദരങ്ങളെ, ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ബാക്കിയുള്ള ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി. നമ്മുടെ കച്ചവടം, ജോലി, കുടുംബം, ഭാര്യ, മക്കള്, നമ്മൾ വേറെ എന്തെല്ലാം കാര്യങ്ങൾ മുഴുകുന്നുണ്ടോ അതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഖബർ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഖബറിൽ നമുക്ക് കിടക്കുന്ന അവസ്ഥയിൽ ആലോചിച്ച് നോക്കി. എന്താണ് നമ്മൾ ആഗ്രഹിക്കുക, എന്താണ് നമ്മൾ കൊതിക്കുക? അത് ചിന്തിച്ച് പണിയെടുത്താൽ നമുക്ക് നാളെ പരലോകത്തിൽ ലാഭം നേടാം. അശ്രദ്ധമായി പോയാൽ ഏറ്റവും വലിയ നഷ്ടത്തിലായിരിക്കും നമ്മൾ എത്തിച്ചേരുക. വകാന റഹിമഹുല്ലാഹ് സാഹിബ ലൈലിൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം രാത്രിയുടെ വ്യക്തിയായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ ഇതിനൊരു ഓർഡർ ഉണ്ട് കേട്ടോ, കേൾക്കുമ്പോൾ മനസ്സിലായോ എന്നൊക്കെ അറിയില്ല. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ രൂപങ്ങള്, പെരുമാറ്റങ്ങള്, അദ്ദേഹത്തിന്റെ ജീവിത രീതി, ഭക്ഷണ രീതി, അദ്ദേഹം ആളുകൾ ഓർമ്മിപ്പിച്ചിരുന്ന രീതി, അതെല്ലാം ഘട്ടം ഘട്ടമായി പറഞ്ഞു പോകുന്നുണ്ട്. അടുത്തത് അദ്ദേഹത്തെ പറ്റി പറയാണ്, കാന റഹിമഹുല്ലാഹ് സാഹിബ ലൈലിൻ, രാത്രിയുടെ ആളായിരുന്നു. രാത്രിയുടെ ആളെന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരത്തിന്റെ ആളായിരുന്നു ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. ദഅബുസ്സാലിഹീൻ, മുൻഗാമികളായ സാലിഹീങ്ങളുടെ ശീലമായിരുന്നു അവർ രാത്രിയിൽ അല്ലാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മാ റഅയ്തു ശൈഅൻ മിനൽ ഇബാദത്തി അശദ്ദ മിനസ് സ്വലാത്തി ഫീ ജൗഫിൽ ലൈൽ വഇന്നഹാ ലമിൻ അഫ്ആലിൽ മുത്തഖീൻ.
രാത്രിയുടെ മധ്യത്തിൽ നിസ്കരിക്കുന്നതിനേക്കാൾ കടുപ്പമേറിയ ഒരു ഇബാദത്ത് ഞാൻ കാണുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നില്ല. വഇന്നഹാ ലമിൻ അഫ്ആലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ സൂക്ഷിക്കുന്ന ആളുകൾ അവരുടെ ശീലത്തിൽപ്പെട്ട കാര്യമാണ് രാത്രിയിൽ നിസ്കരിക്കുക എന്നത്. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്ത് രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുക എന്നുള്ളത് ഹസൻ ബശീർ റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കാണ്. അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, സ്വലാത്തുൽ ലൈലി ഫർളുൻ അലൽ മുസ്ലിമീൻ വലൗ ഖദറ ഹൽ ബിശാത്തിൻ ഔ ഫുവാഖ നാഖത്തിൻ. അദ്ദേഹം പറയാണ്, രാത്രി നിസ്കാരം മുസ്ലിമീങ്ങൾക്ക് മേലെ ഫർളാണ്. ഇത് കുറ്റം കിട്ടുന്നുള്ള ഇത് ഫർളല്ല, നിർബന്ധമായും ചെയ്യേണ്ട പരിഗണിക്കേണ്ട കാര്യമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ 6ാമത്തെ ഫർളായിട്ടുള്ള നിസ്കാരമാണ് രാത്രി നിസ്കാരം എന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ പറയാണ്. വലൗ ഖദറ ഹൽ ബിശാത്തിൻ, അതൊരു ഔ ഫുവാഖ നാഖത്തിൻ, ഒരു ആടിന്റെ അകിടിൽ പാല് കറന്നിട്ട് അവസാനത്തിലുള്ള അത്രയെങ്കിലും, അതല്ലെങ്കിൽ ഒരു ഒട്ടകത്തിനെ കറക്കുന്ന 2 വട്ടം കറക്കുന്നതിന്റെ ഇടയിലുള്ള ആ സമയം, പെട്ടെന്ന് പാല് കറക്കും, അതിന്റെ ആ ഇടയിലുള്ള അത്ര സമയമെങ്കിലും രാത്രി നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ഒരു മുസ്ലിം പരിഗണിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, 2 റക്അത്തെങ്കിലും, ചുരുങ്ങിയൊരു 2 റക്അത്തെങ്കിലും ഉറക്കത്തിൽ നമ്മൾ അറിയാതൊന്ന് ഞെട്ടി എണീക്കുമ്പോ ഒന്ന് പോയിട്ട് വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. കാരണം അത് പിന്നെ നമുക്ക് ശീലമാവാൻ സഹായകമാകും. അങ്ങനെ ഒരു 2 റക്അത്തെങ്കിലും രാത്രിയിൽ നിസ്കരിക്കുക എന്നുള്ള സഹോദരങ്ങളെ വളരെ വലിയ ഉപകാരം നമുക്ക് ഉണ്ടാക്കുന്നതാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈൽ വലാ സിയാമിൻ നഹാർ ഫഅലം അന്നക മഹ്റൂമുൻ ഖദ് ഖബ്ബലത്കൽ ഖതായ വദ്ദുനൂബ്. നിനക്ക് രാത്രി നിസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, സ്ഥിരമായി രാത്രി നിസ്കാരം ശീലമാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പകലിൽ സുന്നത്തായ നോമ്പുകൾ നോൽക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ, അന്നക മഹ്റൂമുൻ, നീ തടയപ്പെട്ടവനാണ്. ഖദ് ഖബ്ബലത്കൽ ഖതായ വദ്ദുനൂബ്, നിന്റെ പാപങ്ങൾ നിന്നെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, പകലിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് പാപം ചെയ്യുന്ന ആളുകളെ അള്ളാഹു തആല രാത്രിയിൽ നിസ്കരിക്കാൻ എഴുന്നേൽപ്പിക്കുകയില്ല, അഥവാ അതിനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കുകയില്ല. പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് രാത്രി നിസ്കാരം തടയപ്പെടും. അറിയപ്പെട്ട ഒരു കാര്യമാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ചെയ്തൊരു പാപം കാരണത്താൽ 3 or 6 മാസങ്ങളോളം രാത്രി നിസ്കാരം എനിക്ക് തടയപ്പെട്ടിട്ടുണ്ട്. രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മനഅൽ ബിർറ അന്നൗം, ഉറക്കമതാ പുണ്യത്തിനെ തടഞ്ഞിരിക്കുന്നു. വമൻ ഖാഫൽ ഫവാത അദ്ലജ, നഷ്ടം ഭയപ്പെടുന്നവൻ അദ്ലജ. അദ്ലജ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ നേരത്തെ പുറപ്പെടുന്നതിനാണ് പറയാ, നേരത്തെ രാത്രിയുടെ അവസാനത്തിൽ തന്നെ പുറപ്പെടുന്നതിനാണ് പറയാ. ഇതൊരു ഹദീസിന്റെ ആശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഗ്ദു വറൂഹു വശൈഉം മിനദ് ദുൽജ, നിങ്ങൾ രാവിലെയും വൈകുന്നേരത്തിലും അതുപോലെ പ്രഭാതത്തിലും അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്. അപ്പൊ അദ്ലജ എന്നുള്ള ഉദ്ദേശം രാത്രി നിസ്കാരമാണ്. ഉറക്കം പുണ്യത്തെ തടയുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും നാളെ പരലോകത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നരകത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ച ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യും? അവൻ രാത്രിയിൽ അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ അവൻ പരിശ്രമിക്കും. വഖാല ലഹു റജുലുൻ, ഒരിക്കൽ അദ്ദേഹത്തിനോട് ഒരു വ്യക്തി വന്നു പറഞ്ഞു, യാ അബാ സഈദ്, ഹസൻ ബസരി വിളിച്ചിട്ട് പറഞ്ഞു, അയാനി ഖിയാമുൽ ലൈൽ ഫമാ ഉതീഖുഹു, എനിക്ക് രാത്രി നിസ്കരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മൾ ഒരാളും തന്നെ ഉണ്ടാവൂല രാത്രി നിസ്കരിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എനിക്കതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ ഹസൻ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് പറയാണ്, യബ്ന അഖി, സഹോദര, ഇസ്തിഗ്ഫിറില്ലാഹ്, അല്ലാഹുവിനോട് നീ ഇസ്തിഗ്ഫാർ ചെയ്തോ. വതുബ് ഇലൈഹി, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഫഇന്നഹാ അലാമതു സൂഇൻ, ഇതൊരു മോശപ്പെട്ട അടയാളമാണ്. ഒരു മുഅ്മിന് രാത്രി നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു മോശപ്പെട്ട അടയാളമായിട്ട് ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയുകയാണ്. പാപങ്ങളായിരിക്കുമ്പോൾ തടയാനുള്ള കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് രാത്രി നിസ്കരിക്കാൻ തൗഫീഖ് ലഭിക്കാത്തവർ അള്ളാഹുവിനോട് ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുകയും തൗബ ചെയ്യുകയും അള്ളാഹുവിനോട് അതിനുള്ള സഹായം തേടുകയും ചെയ്യണം. അതിന് തൗഫീഖ് ലഭിച്ചവർ കൂടുതൽ അള്ളാഹുവിന് നന്ദി കാണിക്കുക. വലിയ അനുഗ്രഹമാണ് ലഭിച്ചിട്ടുള്ളത്. وكان يقول ان الرجل لا يذنب الذنب فيحرم به قيام الليل, നേരത്തെ പറഞ്ഞത് തന്നെ, ഒരു അടിമ പാപം ചെയ്യും, അങ്ങനെ അവന് ഖിയാമുൽ ലൈൽ തടയപ്പെടും. وقيل حاول الحسن الصلاه ليله, ഒരിക്കൽ ഹസൻ ബസരി റഹിമഹുല്ലാഹ് രാത്രി നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. ഫലം തുതാബിഉഹു നഫ്സുഹു, പക്ഷെ അദ്ദേഹത്തിന്റെ നഫ്സ് ആ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. നഫ്സ് അതിനുള്ള ഒരു തയ്യാറാവുന്നില്ല. ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുക, അദ്ദേഹത്തിന് അനുസരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയില്ല.
فجلس سائر الليلة لم ينم فيها حتى أصبح. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് നിസ്കാരം നിർത്തിയിട്ട് ഇരുന്നു, രാവിലെ വരെ ഇരുന്നു, ഉറങ്ങാതെ രാവിലെ വരെ ഇരുന്നു. ഫഖീല ലഹു ഫീ ദാലിക, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്ത്? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗലബത്നി നഫ്സി അലാ തർക്കി സ്വലാഹ്, എന്റെ നഫ്സ് എന്നെ കീഴ്പ്പെടുത്തി നിസ്കാരം ഒഴിവാക്കുന്നതില്, നിസ്കാരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കി നിസ്കരിക്കാൻ തോന്നിക്കാത്ത രീതിയിൽ എന്റെ നഫ്സ് എന്നെ കീഴ്പ്പെടുത്തി. ഫഗലബതുഹാ അലാ തർക്കി നൗം, ഞാൻ അതിനെ കീഴ്പ്പെടുത്തി ഉറക്കം ഒഴിവാക്കിയിട്ട്. വൈമുല്ലാഹ്, അല്ലാഹുവാണ്, ലാ അസാലു ബിഹാ കദാലിക ഹത്താ തദില്ല വതുതാഅ, ആ നഫ്സ് കീഴൊതുങ്ങിക്കൊണ്ട് എന്നെ അനുസരിച്ച് അത് നിസ്കാരത്തിന് പ്രേരിപ്പിക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്തു? അതങ്ങനെ തന്നെ തുടർന്നു. അതായത് നഫ്സ് എന്നുള്ളത് ഒരിക്കലും നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആദ്യത്തിൽ അതിനെ പരിശീലിപ്പിക്കുന്നതിന് മുമ്പ് തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കും. നഫ്സിന് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദുനിയാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. അമിതമായ ഭക്ഷണം, അമിതമായ ഉറക്കം, അമിതമായ സംസാരം, അതുപോലുള്ള കാര്യങ്ങൾ മുഴുകാനായിരിക്കും. അപ്പൊ നഫ്സ്, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് രാത്രി നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആ നഫ്സ് അസ്വസ്ഥ ഉണ്ടാക്കാൻ, ശ്രദ്ധ കിട്ടുന്നില്ല, നഫ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നില്ല, ഭയങ്കര അസ്വസ്ഥത, മടി ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? നഫ്സിന് ആവശ്യം എന്താണ്? നിസ്കരിക്കാതെ കിടന്നുറങ്ങണം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം നഫ്സിന് ഇഷ്ടമുള്ള കാര്യം അദ്ദേഹം വേണ്ടാന്ന് വെച്ചു, രാവിലെ വരെ ഉറങ്ങാതിരുന്നു. നഫ്സ് എന്താണോ ആഗ്രഹിച്ചത് അതിനെതിരെ ചെയ്തു. അങ്ങനെ നഫ്സിനെ പരിശീലിപ്പിക്കുന്ന അവസ്ഥ. മുൻഗാമികളുടെ ഒരുപാട് അസറുകൾ നമുക്ക് കാണാം. അവർ സ്വന്തം നഫ്സിനെ പരിശീലിപ്പിച്ച രീതി. സലഫുകൾ പറയാറുണ്ടായിരുന്നു, അദ്ദിബ് നഫ്സക് കമാ തുഅദ്ദിബ് ഔലാദക്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കുന്ന പോലെ നഫ്സിനെ അത് പഠിപ്പിക്കണം, നഫ്സിനെ പരിശീലിപ്പിക്കണം. ചിലർ അവർക്ക് ഭക്ഷണം കുറച്ച് കട്ടിയുള്ള ഭക്ഷണമാണ് അവർക്കുള്ളത് എങ്കിൽ, നഫ്സ് അതിന് താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അവർ നഫ്സിനെ പരിശീലിപ്പിക്കുമായിരുന്നു. അതിന് താല്പര്യം ഉണ്ടാകുന്നവരെ പരിശീലിപ്പിച്ച് അള്ളാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് അതിനെ പരിശീലിപ്പിച്ചെടുക്കുമായിരുന്നു. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാത്രി നിസ്കാരത്തിലെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവും. ഇപ്പൊ രാത്രി ഉറക്കത്തിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാല് നമുക്ക് ആലോചിക്കാനുള്ള സമയം ഉണ്ടാവും, ഞാൻ അപ്പൊ നിസ്കരിക്കണോ വേണ്ടേ? രണ്ടവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഒന്ന്, നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും, നിസ്കരിച്ചാലുള്ള ഫضിൽ നമ്മൾ ഓർമ്മിപ്പിക്കും, നമ്മൾ ഏതെങ്കിലും ദർസ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഖുതുബ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, ഹദീസ് ആയത്തൊക്കെ നമുക്ക് ഓർമ്മ വരും. രണ്ടാമത് നഫ്സിന്റെ പ്രേരണ, നിസ്കരിക്കണ്ട, ഉറങ്ങിയാൽ മതി, അതുപോലെയുള്ള പ്രേരണ ഉണ്ടാവും. പിശാചിന്റെ പ്രേരണ പോലെ നഫ്സിന്റെ പ്രേരണ ഉണ്ടാവും. ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ ഒരു തവണ നമ്മൾ എഴുന്നേറ്റൊന്ന് പരിശ്രമിച്ചാൽ, ഒരു തവണ ഒന്ന് എഴുന്നേറ്റ് ഉവുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ അത് നമുക്ക് ശീലമായി നഫ്സ് ആ സമയത്ത് നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെയാണ് നഫ്സിനെ പരിശീലിപ്പിക്കുക. നഫ്സ് അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ സമയത്ത് നിസ്കരിപ്പിക്കാൻ. നഫ്സിന്റെ രീതി എന്ന് പറഞ്ഞാൽ എന്താണോ കൊടുക്കുന്നത് അത് കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു തിന്മക്കാണ് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ ആ സമയം വീണ്ടും തിന്മക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കും. നന്മക്കാണ് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ ആ സമയത്ത് നന്മക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കും. ചെറിയ കുട്ടിയെ പോലെയാണ് നഫ്സ് എന്ന സലഫുകൾ പറഞ്ഞത് കാണാം. അപ്പൊ നഫ്സിനെ പരിശീലിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പരിശീലിപ്പിച്ച ഒരു രീതിയാണ് ഇതിൽ പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറയാമായിരുന്നു, വകാന യഖൂൽ ഇന്ന നഫ്സ അമ്മാറത്തുൻ ബിസ്സൂ, തീർച്ചയായിട്ടും നഫ്സ് തിന്മക്ക് പ്രേരിപ്പിക്കുന്നതാണ്. വൈൻ അസദ്ക ഫിത്ത്വാഅ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ അത് നിന്നെ ധിക്കരിച്ചാൽ, അഥവാ അള്ളാഹുവിനെ അനുസരിക്കാൻ അത് മടിയൊന്നും കാണിച്ചു കഴിഞ്ഞാൽ, ഫഅസിഹ അൻത ഫിൽ മഅസിയ, തിന്മ ചെയ്യുന്നിടത്ത് അതിനെ നീയും ധിക്കരിക്കുക. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു കാര്യത്തിനോട് നഫ്സ് നിന്നെ അനുസരണക്കേട് കാണിച്ചാൽ, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ അസ്വസ്ഥ ഉണ്ടാക്കിയാൽ, തിന്മ ചെയ്യാൻ നഫ്സ് പ്രേരിപ്പിക്കുമ്പോൾ അതിനെ അനുസരണക്കേട് കാണിക്കുക, നഫ്സിനെ അനുസരിക്കാതിരിക്കുക, ആ തിന്മ ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. നഫ്സിനെ സൽക്കർമ്മങ്ങളിൽ പരിശീലിപ്പിച്ചെടുക്കുക. അത് തിന്മക്ക് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് അകന്ന് ആ സമയം നന്മ ചെയ്യുക. ഒരു തിന്മക്കുള്ള സമയവും സാഹചര്യവും വന്നാൽ സഹോദരങ്ങളെ, ആ തിന്മയിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ആ തിന്മയുടെ സന്ദർഭത്തിലും സമയത്തിലും സ്ഥലത്തിലും നന്മ ചെയ്യാം. ഇപ്പൊ ഒരു തിന്മ ചെയ്യണമെങ്കിൽ ആ ഒരു തിന്മക്ക് പ്രത്യേകിച്ച് നഫ്സ് കീഴ്പ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നഫ്സുൽ അമ്മാറ വീണ്ടും വീണ്ടും ഒരേ തിന്മ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആ തിന്മ ചെയ്യാൻ നഫ്സ് തിരഞ്ഞെടുക്കുന്ന ഒന്നെങ്കിൽ ഒരു സമയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാവും, ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് നഫ്സ് ഇഷ്ടപ്പെടാത്ത അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു നന്മ ചെയ്ത് ശീലിച്ചാൽ ആ തിന്മയെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. وقيل لعبد الواحد صاحب الحسن, അബ്ദുൽ വാഹിദ് റഹിമഹുല്ലാ ഹസൻ ബസ്രിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹസൻ ബസ്രി മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യു ഷൈഇൻ ബലഗൽ ഹസനു ഫീകും ഇലാ മാ ബലഗ വകാന ഫീകും ഉലമാഉ വഫുഖഹാഉ, ഹസൻ ബസ്രി റഹിമഹുല്ലക്ക് നിങ്ങളെക്കാൾ ശ്രേഷ്ഠതയിൽ എത്താനുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്താണ്
ഫുഖഹാക്കളും ഉലമാക്കളുമാണ്. എന്ത് കാരണം കൊണ്ടാണ് ഹസൻ ബസരി നിങ്ങളെക്കാൾ ഉത്തമനായത് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൻ ശിഅത അറഫ്തുക ബിവാഹിദത്തിൻ ഔ ഇസ്നതൈൻ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു കാര്യം കൊണ്ട് ഞാൻ പറയണോ രണ്ട് കാര്യങ്ങൾ പറയണോ ചോദിച്ചു. ഫഖുൽതു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്രിഫ്നി ബിൽ ഇസ്നതൈൻ, രണ്ട് കാര്യം കൊണ്ട് പറഞ്ഞു, രണ്ട് കാര്യം പറഞ്ഞോളും പറഞ്ഞു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാന ഇദാ അമറ ബിശൈഇൻ അഅമല الناس ബിഹി വഇദാ നഹാ അൻ ശൈഇൻ അത്രക الناس ലഹു. ഹസൻ ബഷീർ റഹിമഹുല്ലാഹ് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികമായി അത് ചെയ്യുന്ന ആൾ ഹസൻ ബഷീർ റഹിമഹുല്ലാഹ് ആയിരിക്കും. അദ്ദേഹം ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം അത് ഒഴിവാക്കുന്ന ആൾ അദ്ദേഹമായിരിക്കും. ഖുൽതു ഫമൽ വാഹിദ, രണ്ടാമത്തെ എന്താണ്? ഖാല ലം അറ അഹദൻ ഖത്തു സരീറതഹു അശ്ബഹു ബിഅലാനിയതിഹി മിൻഹു, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല ഹസൻ ബസ്രിയേക്കാൾ തന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന, ഒരുപോലെ ആയിരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, വേറൊരാളെയും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയാം. ഒരു ആലിമിനുണ്ടാവേണ്ട, തുല്ലാബുകൾക്കും ഒരു മുഅ്മിനും എല്ലാവർക്കും ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ്. അവൻ കൽപ്പിക്കുന്ന ഒരു കാര്യം അവനായിരിക്കണം ജീവിതത്തിൽ ഏറ്റവും നന്നായി പകർത്തുന്നത്. അവൻ വിരോധിക്കുന്ന കാര്യം അവനായിരിക്കണം ജീവിതത്തിൽ ഏറ്റവും അധികം ഒഴിവാക്കേണ്ടത്. അതുപോലെ തന്നെ തന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ കൊണ്ടു നടക്കാൻ സാധിക്കുക. പരസ്യത്തിൽ എങ്ങനെയാണോ മാന്യനായി തഖ്വയുള്ളവനായി അള്ളാഹുവിനെ അനുസരിക്കുന്നവനായി ജീവിക്കുന്നത്, അതുപോലെ രഹസ്യത്തിലും ജീവിക്കാൻ സാധിക്കുക. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടിത്തരുന്ന കാര്യമാണ്. അപ്പൊ ഈ രണ്ട് ഗുണങ്ങൾ മറ്റുള്ളവരെക്കാൾ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഉണ്ടായിരുന്നു എന്ന് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ തന്നെ പറയുകയാണ്. വഖീല ലിൽ ഹസൻ ഫീ ഷൈഇൻ ഖാലഹു, ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഒരു മസ്അല എന്തോ പറയുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിനോട് ആളുകൾ ചോദിച്ചു, മാ സമിഅനാ അഹദൻ മിനൽ ഫുഖഹാഇ യഖൂലു ഹദാ, ഫുഖഹാക്കളിൽപ്പെട്ട ഒരാൾ പോലും ഇതുപോലെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഫഖാല, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് തിരിച്ചു പറഞ്ഞു, വഹൽ റഅയ്തും ഫഖീഹൻ ഖത്തു, നീ ഇതുവരെ ഏതെങ്കിലും ഫുഖഹായിനെ കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും ഫഖീഹിനെ കണ്ടിട്ടുണ്ടോ? ഇന്നമൽ ഫഖീഹ്, ഫഖീഹ് എന്ന് പറഞ്ഞാൽ അസ്സാഹിദു ഫി ദുനിയ, ദുനിയാവിനോട് വിരക്തിയുള്ളവനായിരിക്കണം. വറാഗിബ് ഫിൽ ആഖിറ, പരലോകത്തിനോട് ആഗ്രഹമുള്ളവനായിരിക്കണം. വദ്ദാഇബു അലൽ ഇബാദത്തി അല്ലദീ ലാ യുദാരി വലാ യുമാരി, ഇബാദത്തിൽ സ്ഥിരതയുള്ള അതിൽ മടുപ്പോ ക്ഷീണമോ അനുഭവിക്കാത്തവനായിരിക്കണം. യൻശുറു ഹിക്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഇൽമ്, ദീനിന്റെ ഇൽമ് പ്രചരിപ്പിക്കുന്നവനായിരിക്കണം. ഇൻ ഖുബിലത് മിൻഹു ഹമിദല്ലാഹ്, അവനിൽ നിന്ന് ഇൽമ് സ്വീകരിക്കപ്പെട്ടാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കും. വൈൻ റുദ്ദത് അലൈഹി, അവന് റദ്ദ് ചെയ്യപ്പെട്ടാൽ ഹമിദല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കും. ഒരു ഫഖീഹിന് ഉണ്ടാവേണ്ട, ഒരു ആലിമിന് ഉണ്ടാവേണ്ട ഗുണങ്ങൾ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാം. ഒന്നാമത്തേത് ദുനിയാവിനോട് വിരക്തിയും പരലോകത്തിനോട് ആഗ്രഹവും. അത് ഒരു വ്യക്തിയിൽ ഉണ്ടാവുക എന്നുള്ളത് സഹാബാക്കളുടെ ഗുണമായിരുന്നു. സഹാബാക്കൾ മറ്റുള്ളവരെക്കാൾ മുന്നിട്ട ഗുണമായിരുന്നു ദുനിയാവിനോടുള്ള വിരക്തിയും പരലോകത്തിനോടുള്ള ആഗ്രഹവും. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങൾ സ്വഹാബാക്കളെക്കാൾ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്. താബികളോട് പറയാ, പക്ഷേ സ്വഹാബാക്കളാണ് നിങ്ങളെക്കാൾ ഉത്തമരായിട്ടുള്ളവർ. അപ്പൊ ചോദിച്ചു, ലീമ എന്താ അതിനുള്ള കാരണം, എന്താ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി ഇതാണ് പറഞ്ഞത്, അവരാണ് ദുനിയാവിനോട് ഏറ്റവും അധികം നിങ്ങളെക്കാൾ വിരക്തി ഉണ്ടായിരുന്നവർ, പരലോകത്തിനോട് നിങ്ങളെക്കാൾ ആഗ്രഹം ഉണ്ടായിരുന്നവർ അവരായിരുന്നു എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മത്തിലെ ആദ്യ സമൂഹം അവർ വിജയിച്ചത് സുഹുദ് കൊണ്ടും യഖീന് കൊണ്ടുമാണ്. അവസാനത്തെ സമൂഹം നശിക്കുന്നത് പിശുക്കുകൊണ്ടാണ് എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. അപ്പൊ സഹോദരങ്ങൾ, ഫഖീനാണ് ഗുണമാണത്. അതുപോലെ തന്നെ ദാഇബു അലൽ ഇബാദ, പ്രത്യേകിച്ച് തുല്ലാബുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൽമു നേടുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട്. മറ്റുള്ള ആളുകളെ പോലെയല്ല ഇൽമുള്ള ആളുകൾ ആവേണ്ടത്. ഇബാദത്തിൽ സ്ഥിരതയുള്ള ആളുകൾ, അവർ മടുപ്പോ ക്ഷീണമോ ഇല്ലാതെ സ്ഥിരതയുള്ളവർ. അള്ളാഹുവിന്റെ ഇൽമ്, നമുക്ക് ലഭിക്കുന്ന ഇൽമ് പ്രചരിപ്പിക്കുന്നവർ. അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടാലും സ്വീകരിക്കപ്പെട്ടാലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായി മാറുക എന്നുള്ളത്. വഖീല, മറ്റൊരു സംഭവം, ഖതബ ഇലൈഹി റജുലുൻ ഇബ്നതഹു, ഹസൻ ബസീർ റഹിമഹുള്ളയുടെ മകളെ ഒരിക്കൽ ഒരു വ്യക്തി വിവാഹം അന്വേഷിച്ചു. വബദല ലഹാ 100,000 ദിർഹമിൻ, ആ വ്യക്തി മഹറായിട്ട് നൽകാമെന്ന് പറഞ്ഞത് 1,00,000 ദിർഹമാണ്. 1,00,000 ദിർഹം നൽകാമെന്ന് പറഞ്ഞു. ഫഖാലത് ഉമ്മുഹാ, ഹസൻ ബസീറിന്റെ പത്നി, കുട്ടിയുടെ ഉമ്മ പറഞ്ഞു, സവ്വിജ്ഹു, അയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഫഖദ് അർഗബഹാ ഫിസ് സദാഖ, അദ്ദേഹത്തിന് നമ്മുടെ മകളുമായിട്ടുള്ള വിവാഹ ജീവിതത്തിന്റെ അതിയായ ആഗ്രഹമുണ്ട്.
അദ്ദേഹം ഇതാ വലിയൊരു സംഖ്യ നൽകാമെന്നും മഹറായി നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഫഖാല അൽ-ഹസൻ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന റജുലൻ ബദല ഫീ സദാഖി ഇംറഅത്തിൻ 100,000 ലജാഹിലുൻ മഗ്റൂറുൻ. ഒരു സ്ത്രീയുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടി 1,00,000 ദിനാറ് കൊടുക്കാന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ ജാഹിലാണ്, അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്, അവൻ ഗുറൂറിൽ അകപ്പെട്ടവനാണ്. യജിബു അല്ലാ യുർഗബ ഫീ മുനാകഹതിഹി. അവന് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നുള്ളത്, അതിനുവേണ്ടി മുന്നിടരുത് എന്നുള്ളത് നിർബന്ധമാണ്. ഇത് ഈ വാചകത്തിന് രണ്ടർത്ഥത്തിൽ പറയാം. ഒന്ന്, ഇത്രയധികം നൽകുന്നവൻ വിഡ്ഢിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് മകളെ കെട്ടിച്ചു കൊടുക്കുന്നവൻ വിഡ്ഢിയാണ് എന്നും പറയാം. രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. അപ്പൊ എന്നിട്ട് പറയാണ്, അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. വലാ യുഹ്റസ് അലാ മുസാഹറത്തി, അതിനുവേണ്ടി തയ്യാറാവരുത്. വതർക തസ്വീജഹു, അത് ഒഴിവാക്കി. വസവ്വജഹാ മിൻ റജുലിൻ സാലിഹ്, അങ്ങനെ സാലിഹായ ഒരു വ്യക്തിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഇത് മുൻഗാമികൾ ഇന്ന് കാലത്തും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ നാം പരിഗണിക്കേണ്ട ഒന്നാമത്തെ കാര്യം അവന്റെ ദീനും സ്വഭാവമായിരിക്കണം. പല ആളുകളും ദീനുള്ളവർ തന്നെ, ദീനിനെ മുൻഗണനയോട് കൂടി കാണുന്ന ആളുകൾ തന്നെ ഒന്ന് ബേജാറായി പോകും. മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ പിന്നെ അത് നോക്കണ്ട എന്നല്ല, പക്ഷെ എന്നാലും ദീനുള്ള ഒരു വില കൊടുക്കാത്തൊരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്തവർക്കെല്ലാം അപകടം പറ്റിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദീന് കൊണ്ട് മാത്രമാണ് നല്ലൊരു ജീവിതം നമ്മുടെ പെൺമക്കൾക്ക് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പരലോകത്തിന് ഉപകരിക്കുന്നത് അവന്റെ ദീന് കൊണ്ടും സ്വഭാവം കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചത് ആലോചിച്ചാൽ മതി. അലി റളിയല്ലാഹുവിന് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. അൻസാരിയുടെ തോട്ടം നനക്കുന്ന ജോലിയായിട്ട് ചെയ്തിരുന്ന അലി റളിയല്ലാഹു അൻഹു വിവാഹം അന്വേഷിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണ്. അതുപോലെ മുൻഗാമികൾ സലഫുകളിൽ പലരുടെയും അവർ അവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ദീനും സ്വഭാവവുമാണ് ആദ്യമായി പരിഗണിച്ചിട്ടുള്ളത്. മറ്റൊരു സംഭവം കാണാം. ഷാവറഹു റജുലുൻ, ഒരു വ്യക്തി ഹസൻ ബസ്രി റഹിമഹുല്ലാഹുമായിട്ട് ഒരു കാര്യം കൂടി ആലോചിക്കുകയാണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫഖാല യാ അബാ സഈദ്, അബൂ സഈദ്, ലീ ഇബ്നത്തുൻ ഉഹിബ്ബുഹാ, എനിക്കൊരു മകളുണ്ട്, അവളെ എനിക്ക് നല്ല ഇഷ്ടമാണ്. വഖദ് ഖതബഹാ റിജാലുൻ മിൻ അഹ്ലി ദുനിയ, ദുനിയാവിന്റെ ആളുകളിൽപ്പെട്ട ഒരു വ്യക്തി അവളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. അഥവാ നല്ല സമ്പത്തും ദുനിയാവിന്റെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വ്യക്തി അവളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. ഫമൻ തറാലി അൻ ഉസവ്വിജഹ, ഞാൻ ആരെയാണ് അവൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്, ഞാൻ ആർക്കാണ് വിവാഹം കഴിപ്പിച്ചത്, നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിച്ചു. ഫഖാല, അപ്പൊ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, സവ്വിജ്ഹാ മിൻ തഖിയ്യിൻ, തഖ്വയുള്ള ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഇൻ അഹബ്ബഹ അക്രമഹ, അവളെ അവൻ ഇഷ്ടമായി കഴിഞ്ഞാൽ അവളെ അവൻ ആദരിക്കും. വൈൻ അബ്ഗളഹ, ഇനി അവളോട് ഇഷ്ടക്കേടാണ് ഉണ്ടായതെങ്കിൽ ലം യുദ്ലിംഹ, അവളെ അവൻ ഉപദ്രവിക്കൂല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ഭർത്താവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓരോ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ പിതാവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ തഖ്വയുള്ള ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. നമുക്ക് ബാഹ്യമായി കാണുന്ന രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. രണ്ട്, കല്യാണം കഴിക്കുന്ന തഖ്വയുള്ള ഒരു പുരുഷന്റെ സ്വഭാവം ഇതിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇൻ അഹബ്ബഹ അക്രമഹ, അവളെ അവൻ ഇഷ്ടപ്പെട്ടാൽ അവളെ ഏറ്റവും നല്ല രീതിയിൽ ആദരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അവളെ നോക്കും. വൈന ബഗളഹ, എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ലം യുദ്ലിംഹ, അവളോട് ദുൽമ ചെയ്യില്ല. അവളെ ഉപദ്രവിക്കുന്ന, അവളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. നല്ല രീതിയിൽ തൊലാഖ് ചെയ്യാം, നല്ല രീതിയിൽ മത്താഅ് നൽകി നല്ല രീതിയിൽ വിവാഹമോചനം ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്. അപ്പൊ നല്ലൊരു വ്യക്തി അങ്ങനെയാണ്. പല ആളുകളും നമുക്ക് കാണാം, അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമോ ഭാര്യയെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പല രീതിയിൽ ഉപദ്രവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ തഖ്വയുള്ള ഒരുത്തൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ, നമുക്ക് മകളുടെ വിഷയത്തിൽ പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. തഖ്വയുള്ള പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. وقيل ليوسف بن عبيد, യൂസുഫ് ബിൻ ഉബൈദ് എന്ന വ്യക്തിയോട് ചോദിക്കപ്പെട്ടു, ഹൽ തഅരിഫു റജുലൻ യഅമലു ബിഅമലി അൽ-ഹസൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹി പോലെ അമൽ ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. ഫഖാല റഹിമല്ലാഹു അൽ-ഹസൻ വല്ലാഹി മാ അലമു അഹദൻ യഖൂലു ബിഖൗലിഹി ഫകൈഫ യഅമലു ബിഅമലിഹി. അദ്ദേഹം പറയാണ്, അല്ലാഹു ആണ്, അദ്ദേഹം പറയുന്ന ഒരു വാക്ക് പറയുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത പോലെ ഒരാളെ ഞാൻ കാണുക. കാന വല്ലാഹി, എന്നിട്ട് പറയാം അദ്ദേഹം ആയിരുന്നു, അല്ലാഹു ആണ്, ഇദാ ദുകിറത്തിൻ നാറു ഇൻദഹു കഅന്നഹു ലം യുഖ്ലഖ് ഇല്ലാ ലഹാ, നരകത്തിനെ പറ്റി പറയപ്പെട്ടാൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹിയുടെ അവസ്ഥ അദ്ദേഹത്തിന് വേണ്ടി അല്ലാതെ നരകം സൃഷ്ടിക്കപ്പെട്ടില്ല എന്നുള്ള അവസ്ഥയായിരിക്കും.
നരകം സൃഷ്ടിക്കപ്പെട്ടതിന് അദ്ദേഹത്തിന് വേണ്ടിയാന്നുള്ള അവസ്ഥയായിരിക്കും. വമാ റുഇയ ഖത്തു ഇല്ലാ വകഅന്ന അൻ-നാറ വൽ ജന്നത ബൈന ഐനൈഹി ഖശിയതൻ വറജാഅൻ. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നരകവും സ്വർഗവും ഉള്ള അവസ്ഥയിലല്ലാതെ, അഥവാ ഭയവും പ്രതീക്ഷയും ഒരുപോലെ നിൽക്കുന്ന അവസ്ഥയിലല്ലാതെ. വലാ യഗ്ലബു അഹ്ദുഹാ സ്വാഹിബ, അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന വേറൊരാളും അദ്ദേഹത്തിനേക്കാൾ മികച്ചവനായിട്ടുണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചും പരലോകത്തെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനുള്ള ഖൗഫും റജാഉം, ഇതെല്ലാം സഹോദരങ്ങളെ മറ്റുള്ളവരെക്കാൾ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മഹത്തരമായിട്ടുള്ള കാര്യമാണ്. وقال حميد خادم الحسن حسن البصري رحمه الله ജോലിക്കാരനായ ഹുമൈദ് പറയാണ്, ദഖൽനാ അലൽ ഹസനി ഫീ ബഅദി ഇലലിഹി നഊദുഹു. അദ്ദേഹത്തിന് ചില രോഗം വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ നമ്മൾ സന്ദർശിക്കാൻ പോയി. ഫഖാല മർഹബൻ വഅഹ്ലൻ ബികുൻ ഹയ്യാകുമുല്ലാഹു ബിസ്സലാം വഅഹല്ലനാ വഇയ്യാകും ദാറുൽ മുഖാം. അദ്ദേഹം സ്വാഗതം ചെയ്തു, സലാം പറഞ്ഞുകൊണ്ട് എല്ലാം സ്വാഗതം ചെയ്തു. ഫഖുൽനാ ഇദ്നാ യർഹമുക്കല്ലാഹ്. ചെന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങളെ ഉപദേശിക്കണം. സ്വാലിഹ്യങ്ങളായിട്ടുള്ള ഇൽമുള്ള ആളുകളോട്, പ്രത്യേകിച്ച് അവസാന കാലത്ത് ചെല്ലുമ്പോൾ തുല്ലാബുകളും അതുപോലെ ബാക്കിയുള്ളവരും എന്തെങ്കിലും നസീഹത്തോ ഉപദേശമോ ചോദിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പണ്ട് മുതലേ സലഫുകൾ ചെയ്തു പോന്നിട്ടുള്ള ശീലമാണ്. അവർ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം. നിങ്ങൾ ഇന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദിഹി അലാനിയത്തുൻ ഹസനത്തുൻ ഇൻ സദഖ്തും വസബർതും വത്തഖൈതും മആശിറ ഇഖ്വാനി. നിങ്ങളുടെ ബാഹ്യമായ അവസ്ഥ എന്നുള്ളത്, നിങ്ങൾ തഖ്വയുള്ളവരായാൽ, ക്ഷമയുള്ളവരായാൽ, അതുപോലെ തന്നെ സത്യസന്ധതയുള്ളവരായാൽ അത് ഏറ്റവും നല്ല അവസ്ഥയിലാണ്. ലാ യകുൻ ഹബ്ബുക മിനൽ ഖൈരി സമാഉഹു ബിഉദ്നിൻ വഖുറൂജുഹു മിൻ ഉദ്നിൻ. നിങ്ങൾക്ക് നന്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു കാതുകൊണ്ട് കേൾക്കുകയും മറ്റേ കാതുകൊണ്ട് പുറത്തു പോവുകയും ചെയ്യുന്നതിലല്ല. فإنه من رأى محمدا صلى الله عليه وسلم رآه غاديا وراعها لم يضع لبنة على لبنة ولا قصبة على قصبة. ഈ സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഒരുമിച്ച് ജീവിച്ച് ഇടപഴകിയിട്ടുള്ള സ്വഹാബാക്കൾ, അവർ ദുനിയാവിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കുന്നതിലോ അത് ദുനിയാവിൽ എന്തെങ്കിലും ഉയർത്തുന്നതിലോ അല്ല അവർ മുഴുകിയിരുന്നത്. ബൽ റുഫിഅ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലമുൽ ഹിദായ ഫശമ്മറ ഇലൈഹി ഫഹനീഅൻ ലിമൻ ഇത്തബഅ സബബഹു. അവർ പിന്തുടർന്നതും അവർ ഉയർത്തിയതും ഹിദായത്താണ്, ഹിദായത്തിന്റെ അടയാളങ്ങളാണ്, അതുപോലെ തന്നെ ഇൽമാണ്. വഫ്തഖാ അസറഹു, അവരുടെ അസറുകൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പിൻപറ്റുക. അൽ വഹാ അൽ വഹാ തുമ്മ നജാ അൻ നജാ, നിങ്ങൾ ധൃതിപ്പെടുക, നിങ്ങൾക്ക് വിജയമുണ്ടാകും. അലാ മാ തഫ്റഹൂൻ വലാ തഹ്സനൂൻ, എന്തിനു മേലെയാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്, നിങ്ങൾ ദുഃഖിക്കാതിരിക്കുന്നത്. ഊതീതും വറബ്ബിൽ കഅബ കഅന്നകും വല്ലാഹി വൽ അംറു ഖദ് ജാഅ മഅൻ വസഈദ് മൻ ഇഹ്തദ്ദ ലഹു. നിങ്ങൾക്കിതാ അള്ളാഹുവാണ് കാര്യമെല്ലാം തീരുമാനിക്കപ്പെട്ട അവസ്ഥയിലാണ്, നാളെ പരലോകത്ത് ഭാഗ്യവാൻ അവൻ വിജയിക്കുന്നതാണ് എന്നുള്ള ആശയത്തിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഉപദേശിക്കുകയാണ്. അത് സഹോദരങ്ങളെ, സഹാബാക്കൾ ഈ ദുനിയാവിൽ ഇൽമും ഹിദായത്തും അതുപോലെ തന്നെ നേരായ മാർഗവും അത് ഒരുമിച്ച് കൂട്ടുന്നതിലും അതിനുവേണ്ടി പണിയെടുക്കുന്നതിലും അതിന് ധൃതി കാണിച്ചവരുമാണ്. നാളെ പരലോകത്തേക്ക് വേണ്ടി പണിയെടുത്തവരാണ്. അതുപോലെയാണ് നാം ചെയ്യേണ്ടത്. അതുപോലെ പരസ്യമായ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടത് സ്വബറും തഖ്വയും അതുപോലെ തന്നെ സിദ്ഖുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. قال أبو عبد الرحمن دخلنا على الحسن وهو عليل. ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. فحضر كاتبا ليكتب وصية, വസിയത്ത് എഴുതാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു. ثم قال اكتب, ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, എഴുതുക. بسم الله الرحمن الرحيم أما بعد فإن الحسن عبد الله ابن أمته. തീർച്ചയായും ഹസൻ അള്ളാഹുവിന്റെ അടിമയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമ സ്ത്രീയുടെ മകനുമാണ്. يشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله من لقي الله بها صادقا لسانه مخلصا قلبه أدخله الله الجنة. അദ്ദേഹം ഷഹാദത്ത് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മൻ ലഖിയ അല്ലാഹ, ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്, ബിഹ, ഈ ഷഹാദത്ത് കൊണ്ട്, സാദിഖൻ ലിസാനുഹു, അവന്റെ ലിസാൻ പറഞ്ഞത് സിദ്ഖോട് കൂടിയാണ്, മുഖ്ലിസൻ ഖൽബുഹു, അവന്റെ ഖൽബിൽ ഇഖ്ലാസോട് കൂടിയാണ്, അദ്ഖലഹു അല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ഈ തൗഹീദിന്റെ രണ്ട് റുക്നുകളാണ് അസ്സിദ്ഖു വൽ ഇഖ്ലാസ്. അസ്സിദ്ഖു വൽ ഇഖ്ലാസ് റുക്നാ ദാലിക തൗഹീദ് കറുക്നൈൻ ലിൽ ബുനിയാൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നൂനിയയിൽ പറഞ്ഞതുപോലെ സിദ്ഖും ഇഖ്ലാസും എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ സ്തംഭങ്ങളാണ്. അവിടെ പറയുന്നതിൽ സിദ്ഖിനെയും ബന്ധിപ്പിച്ചു, ഖൽബിൽ ഇഖ്ലാസിനെയും ബന്ധിപ്പിച്ചു. ഈ രണ്ട് കാര്യം, പറയുന്നതിൽ സിദ്ഖ് ഉണ്ടാവണം, ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടാവണം. ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ, ഇതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, അദ്ഖലഹു അല്ലാഹുൽ ജന്ന. എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖാല
സമിഅതു മുആദൻ യഖൂലു ദാലിക, ഞാൻ കേട്ടിട്ടുണ്ട് മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത്, വയൂസി ബിഹി അഹ്ലഹു, തന്റെ കുടുംബത്തെ ഇതുകൊണ്ട് ഉപദേശിച്ചത്. സുമ്മ ഖാല മുആദ്, എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാലിക വയൂസി ബിഹി അഹ്ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുടുംബത്തെ ഉപദേശിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറയാം. അഥവാ റസൂലുള്ള പറഞ്ഞ കാര്യം മുആദ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. അത് പിന്തുടർന്ന് ഹസൻ ബസീർ റഹ്മഹുള്ളയും തന്റെ വസിയത്തായിട്ട് ഷഹാദത്തിനെ എഴുതി വെക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അഥവാ ആ പാത പിന്തുടർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഷഹാദത്തിന്റെ മഹത്വം. ഒരുപാട് ഹദീസുകളും ആയത്തുകളും ആ വിഷയത്തിൽ നമുക്കറിയാം. അതുപോലെ സിദ്ഖിന്റെ പറയുന്ന വാക്കിൽ സിദ്ഖ് ഉണ്ടാവുക എന്നത്, പ്രവർത്തനത്തിൽ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളിൽ പെട്ടതാണ്, തൗഹീദിന്റെ അർക്കാനുകളിൽ പെട്ടതാണ് എന്ന് കാണാം. വഖീല, മറ്റൊരു സംഭവം, ലമ്മാ ഉഹ്തിറ അൽ ഹസനു ജസിഅ ജസ്അൻ ശദീദൻ ഫഖാല ലഹു വലദുഹു, അദ്ദേഹത്തിന് മരണമാസന്നമായ സന്ദർഭത്തിൽ വളരെയധികം വേദന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് അപ്പൊ മകൻ ചോദിച്ചു, ലഖദ് അഫ്സഅതനാ ബിജസ്ഇക ഹാദാ യാ അബതി, ഉപ്പ നിങ്ങളുടെ ഈ വേദന കാരണത്താൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖവും ബുദ്ധിമുട്ടെല്ലാം തോന്നുന്നുണ്ട്. ഫഖാല, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മകനെ, ഖദ് ജാഅ അൽ ഹഖ് വസഹഖ അൽ ബാത്തിൽ, ദാ ഹഖ് വന്നെത്തിയിരിക്കുന്നു, ഉദ്ദേശം മരണത്തെയാണ്. വസഹഖ അൽ ബാത്തിൽ, ബാത്തിൽ നിഷ്ഫലമായിരിക്കുന്നു, അഥവാ ദുനിയാവിന്റെ വഞ്ചന അവസാനിച്ചിരിക്കുന്നു, ദുനിയാവ് അവസാനിച്ചിരിക്കുന്നു. വഹാ അന ഉസാബു ബിനഫ്സി അല്ലതി ലം ഉസബ് ബിമിസ്ലിഹാ, മുൻപൊന്നും ബാധിക്കാത്തൊരു കാര്യം ഇതാ എനിക്കിപ്പോ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണസമയത്തുള്ള ആ അവസ്ഥ പറയുകയാണ്. പല മുൻഗാമികളും മരണസമയത്ത് മക്കൾ അല്ലെങ്കിൽ ഒപ്പമുള്ളവർ ചോദിക്കാറുണ്ട്, എന്താണ് അനുഭവിക്കുന്നത്? ചില സ്വഹാബാക്കൾ പറഞ്ഞത് കാണാം, നെഞ്ചിലൊരു പർവ്വതം വെച്ച് സൂചിയുടെ നൂല് കോർക്കുന്നതിലൂടെ ശ്വാസം വലിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ എനിക്കുള്ളത് എന്നെല്ലാം. മരണം സക്രത്തുൽ മൗത്ത്, അത് യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഉണ്ടായിരുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും കണ്ടുമുട്ടേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മുടെ മരണം ഏറ്റവും എളുപ്പമുള്ളതാക്കട്ടെ. അപ്പൊ അദ്ദേഹം മകനോട് പിന്നെ ഉറപ്പായിട്ടുള്ള പരലോകം എത്തിയിരിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ദുനിയാവിന്റെ അവസ്ഥ അത് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. وكان إذا أصبح وفرغ من تسبيحه أنشد, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് രാവിലെ ആയി കഴിഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം തസ്ബീഹും അദ്കാറുകൾ കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരുന്നു, ഒരു ബൈത്ത് പറയുമായിരുന്നു, വമദ്ദുനിയാ ബിബാഖിയത്തിൻ ലിഹയ്യിൻ വലാ ഹയ്യുൻ അലദ്ദുനിയാ ബിബാഖി, വമദ്ദുനിയാ ബിബാഖിയത്തിൻ ലിഹയ്യിൻ, ദുനിയാവ് ജീവിക്കുന്ന ഒരാൾക്കും തന്നെ ബാക്കിയാവുന്ന കാര്യമല്ല. ജീവനുള്ള ഒരാൾക്കും ദുനിയാവ് ബാക്കിയാവൂല. വലാ ഹയ്യുൻ അലദ്ദുനിയാ ബിബാഖി, ജീവനുള്ള ഒരാളും ദുനിയാവിലും ബാക്കിയാവൂല. അഥവാ ദുനിയാവ് മനുഷ്യരൊക്കെ നശിക്കുമെന്ന് അദ്ദേഹം സ്വയം ഓർമ്മപ്പെടുത്തുന്ന ബൈത്തുകൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ വഖാല ലഹു റജുലുൻ യൗമൻ, ഒരിക്കൽ ഒരു വ്യക്തി അദ്ദേഹത്തിനോട് ചോദിച്ചു, യാ അബാ സഈദ് മാ ബാലുൽ മുതഹജ്ജിദീന മിൻ അഹ്സനിൻ നാസി വുജൂഹ, എന്താണ് തഹജ്ജുദ് രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല മുഖം, ഏറ്റവും നല്ല പ്രകാശപൂരിതമായ നല്ല ഐശ്വര്യമുള്ള മുഖമാവാനുള്ള കാരണം എന്താണ്? ഖാല ലിഅന്നഹും ഖലൂ ബിർറഹ്മാൻ, കാരണം അവർ റഹ്മാനായ റബ്ബുമായിട്ട് ഒറ്റക്കാകുന്നവരാണ്. ഫഅൽബസഹും മിൻ നൂരിഹി, അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് പൊതിയുന്നവരാണ്. ഫഹുവ യബ്ദു അലാ വുജൂഹിഹിം, അത് അവരുടെ മുഖത്ത് പ്രകടമാകുന്നതാണ്. രാത്രി നിസ്കാരത്തിന്റെ മറ്റൊരു നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നിസ്കരിക്കുന്നവർക്ക് അവരുടെ മുഖത്ത് ഒരു നൂർ ഇട്ട് കൊടുക്കും. മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു നൂർ, ഒരു പ്രകാശം അല്ലാഹു തആല ഇട്ട് കൊടുക്കും. അതിനുള്ള കാരണം റഹ്മാനായ റബ്ബുമായിട്ട് അവർ ഒറ്റക്കാവുന്നത് കൊണ്ടാണ്. മറ്റൊരു സംഭവം ഒരിക്കൽ ചോദിക്കപ്പെട്ടു, യാ അബാ സഈദ് കൈഫ തറാ ഫിർ റജുൽ യുദ്നിബു ثم يتوب ثم يعود, ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവൻ തിന്മ ചെയ്യുന്നുണ്ട്, പശ്ചാത്തപിക്കും, വീണ്ടും തിന്മ ചെയ്യും, എന്താണ് അവന്റെ അവസ്ഥ? ഫഖാല, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ അഅരിഫു ഹാദാ മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ടല്ലാതെ എനിക്കിതിനെ അറിയില്ല. അതായത് പാപം ചെയ്യുക എന്നത് മനുഷ്യന്റെ ഫിത്രത്തിയായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യന് അബദ്ധങ്ങൾ പറ്റും, പാപമോ അബദ്ധങ്ങളോ എന്തെങ്കിലും ഒരു കാര്യം പറ്റും. പക്ഷേ അതിൽ ഉത്തമനാരാണ്? തൗബ ചെയ്ത് മടങ്ങുന്നവനാണ്. തൗബ ചെയ്യുന്നിടത്തോളം കാലം ഒരു അടിമ നല്ല അവസ്ഥയിലാണ്.
തൗബ ചെയ്യുന്നിടത്തോളം കാലം അടിമല്ല അവസ്ഥയിലാണ്. എപ്പോഴാണോ തൗബയെ തൊട്ട് അവൻ നിരാശനാകുന്നത്, ഇനി ഞാൻ തൗബ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള നിലയ്ക്ക് അവന് ചിന്ത തോന്നുന്നത്, അവന്റെ നാശം ആരംഭിക്കും. അതുകൊണ്ടാണ് തിന്മ വർദ്ധിച്ചാൽ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടും. അവന്റെ മാനസികമായിട്ട് അവനെന്നെ തോന്നില്ല, തൗബ ചെയ്യാനുള്ള ഒരു ആവേശം അവന് നഷ്ടപ്പെടും. അതാണ് തിന്മയുടെ ഏറ്റവും വലിയ അപകടം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വേണമെങ്കിലും അവന് പുറത്തു കൊടുക്കാൻ അവന് തയ്യാറായിട്ടുള്ള ഒരു റബ്ബ് അവനുണ്ട്. അവനെ ശിക്ഷിക്കുന്ന, അവന് പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള റബ്ബ് അവനുണ്ട് എന്നുള്ള ബോധത്തിൽ അവന് ജീവിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, തിന്മകൾ സംഭവിച്ചു പോയാൽ തിന്മകൾ നമ്മൾ ഒഴിവാക്കണം, അതിനുള്ള എല്ലാ പരിശ്രമവും എടുക്കണം. സംഭവിച്ചു പോയാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. വദുകിറ ബിഹദറതിഹി അസ്സഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം. ഒരിക്കൽ ഹസൻ അൽ ബസരിയുടെ സദസ്സിൽ വെച്ച് സഹാബാക്കളെ പറ്റി പരാമർശിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഫഖാല ഖദ്ദസല്ലാഹു അർവാഹഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റൂഹിനെ പരിശുദ്ധപ്പെടുത്തട്ടെ. ഷഹിദു വഗിബ്ന, അവര് സാക്ഷിയായി, നമ്മൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവരുണ്ടായി, നമ്മളൊപ്പം ഉണ്ടായിരുന്നില്ല. വഅലിമു വജഹിൽന, അവർ പഠിച്ചു മനസ്സിലാക്കി, നമ്മൾ അപ്പോൾ ഉണ്ടായിട്ടില്ല, നമുക്ക് അതിനെക്കുറിച്ച് ആ സമയത്ത് അറിവുണ്ടായിട്ടില്ല. ഫമാ അജ്മഉ അലൈഹി തബഅന, അവർ ഒരുമിച്ച ഇജ്മാഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ പിൻപറ്റും. വമഖ്തലഫു ഫീഹി വഖഫ്ന, അവർ ഖിലാഫിലായിട്ടുള്ള സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിൽ നമ്മൾ അവിടെ പിടിച്ചു നിർത്തും. നമ്മൾ അതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ് ഇന്ന സ്വഹാബി ആദ്യത്തെ ശരിയായിരുന്നു, ഇതങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു നമ്മളൊന്നും പറയാൻ പോകില്ല. നമ്മൾ നമ്മുടെ വഖഫ് ചെയ്ത് അവിടെ നിൽക്കും. അവർ യോജിച്ച വിഷയങ്ങളിൽ അവരെ പൂർണ്ണമായി പിൻപറ്റുകയും ചെയ്യും. وكان يقول, അദ്ദേഹം പറയുമായിരുന്നു, കൻസുൽ മസാജിദ് വഇമാറതുഹാ ബിദ്ദിക്രി നുഖൂദുൽ ഹൂറിൽ ഐൻ, മസ്ജിദ് അടിച്ചു വാരുക, വൃത്തിയാക്കുക എന്നത്, വഇമാറതുഹാ ബിദ്ദിക്ർ, മസ്ജിദിനെ ദിക്ർ കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുക. മസ്ജിദിന്റെ ഇമാറത്ത് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന്, അതിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ടാവും, അതിനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ബാക്കിയുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തെ ഇമാറത്ത് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടുള്ള ഇമാറത്താണ്. ആ മസ്ജിദിൽ ഖുർആൻ പാരായണം ചെയ്തും ദിക്ർ ചെയ്തും ഇൽമിന്റെ സദസ്സുകൾ ഒരുക്കിയിട്ടും നിസ്കാരം നിർവഹിച്ചും എല്ലാം നിലനിർത്തുന്നത്. അപ്പൊ മസ്ജിദിനെ വൃത്തിയായി സൂക്ഷിക്കലും അതുപോലെ തന്നെ മസ്ജിദിനെ ദിക്ർ കൊണ്ട് നിലനിർത്തുന്നത് നുഖൂദുൽ ഹൂറിൽ ഐൻ, ഹൂറുൽ ഐങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ള സ്വർഗീയ സ്ത്രീകൾക്കുള്ള ഒരു മഹർ, അവരുടെ മൂല്യമാണ്, അവർക്കുള്ള മൂല്യമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇത് കൃത്യമായിട്ടുള്ള ഒരു ഖത്ഈയായിട്ടുള്ള നസ്സല്ല, പക്ഷെ നാളെ സ്വർഗത്തിൽ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മസ്ജിദിനെ വൃത്തിയായി കൊണ്ടു നടക്കലും മസ്ജിദിനെ ദിക്ർ ചെയ്യലും എന്നെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം കൊണ്ടുള്ള സ്വർഗം ലഭിക്കുന്ന അമലാണ് എന്നുള്ള രീതിയിലുള്ള വാക്കാണ്. വകാന യഖൂൽ حقيق على من عرف أن الموت مورده والقيامة موعده والوقوف بين يدي الجبار مشهده. ഒരുത്തന്റെ മേലെ ബാധ്യതയാണ്. ഏതൊരുത്തന്റെ മേലെ? മരണം അവനിലേക്ക് വരുമെന്ന് ബോധ്യമുള്ള ഒരുത്തൻ, അന്ത്യനാൾ അവന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് ബോധ്യമുള്ള ഒരുത്തൻ, ജബ്ബാറായ അള്ളാഹുവിന്റെ അടുക്കൽ നിൽക്കേണ്ടി വരും, അതിന് ഞാൻ സാക്ഷിയാകേണ്ടി വരുമെന്നും ഉറപ്പുള്ള ഒരുത്തൻ, അവന്റെ മേലെ ബാധ്യതയാണ് അൻ തഖൂല ഫിദ്ദുനിയ ഹസ്റതുഹു വഫിൽ അമലി സ്സാലിഹി റഗ്ബതുഹു, ദുനിയാവിൽ അതിയായ ഭയത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത്. ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഭയത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതും അതുപോലെ സൽക്കർമ്മങ്ങൾ, ദുനിയാവിൽ വളരെയധികം സൽക്കർമ്മങ്ങൾ അവന്റെ ആഗ്രഹവും അവൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുമായിട്ട് മാറുക എന്നുള്ളതും. ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുള്ളയുടെ അടുക്കൽ അറിയിക്കപ്പെട്ടു, ഒരു വ്യക്തി ഹസൻ ബസീർ റഹിമഹുള്ളയെ പറ്റിയിട്ട് ഗീബത്ത് പറയുന്നുണ്ട്, പരദൂഷണം പറയുന്നുണ്ട് എന്ന് കേട്ടു. അപ്പൊ ഹസൻ ബസീർ റഹിമഹുള്ള ഈ പരദൂഷണം പറഞ്ഞ ഗീബത്ത് പറഞ്ഞ ആളുടെ അടുക്കിലേക്ക് ഒരു തൊബക്ക, ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കുറച്ച് ഈത്തപ്പഴം റുതബ് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തയച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഹദീത ഇലയ്യ ബിഗ്തിയാബിക ലി ഹസനാതിക, നിന്റെ നന്മകൾ നിന്റെ ഗീബത്ത് കൊണ്ട് നീ എനിക്ക് ഹദിയായിട്ട് തന്നിട്ടുണ്ട്. ഫകാഫഅതുക അലൈഹ, നിനക്കിതാ പകരമായിട്ട് ഞാൻ ഇത് തരികയാണ്. ഫസ്തഹ്യ റജുലു, അയാൾക്ക് ലജ്ജ തോന്നി. വലം യഉദ് ലിദിക്രിഹി ബിസു, പിന്നെ അദ്ദേഹം ഹസൻ ബസീർ റഹിമഹുള്ളയെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അഥവാ നമ്മളോട് തിന്മ ചെയ്യുന്ന ആളുകളോട് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് നമുക്കറിയാം. ഇദ്ഫഅ ബില്ലതി
ഒരു തിന്മ നമ്മളോട് ചെയ്യുന്ന ആളോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും നല്ല ഇഹ്സാനോട് കൂടി പെരുമാറുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ പറ്റി ഒരാൾ ഗീബത്ത് പറഞ്ഞു എന്ന് കേൾക്കുമ്പോ ഹസീൽ ബഷീർ റഹിമഹുല്ലാഹ് ചെയ്യാണ്, അയാൾ സത്യത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ അയാളുടെ നന്മയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? കുറച്ച് നമുക്ക് തന്നിരിക്കുക, നമുക്ക് ലഭിച്ചിരിക്കുക. അപ്പൊ അതിന് പകരം വേറൊരു കാര്യം കൊടുത്തിട്ട് അദ്ദേഹം അതിന് പകരം വീട്ടുകയാണ് ചെയ്തത്. അപ്പൊ തിന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വകാന ഇദാ റഅ അന്ന റജുലൻ കസീറുൽ ബതാല ഗൈറ മുസ്തഖിലിൻ ബിമാ യഅനീഹി മിൻ അംരി ദീനിഹി അൻശദഹു. ഒരു വ്യക്തി അവൻ ഭയങ്കര ധീരനാണ്, ഭയങ്കര ഉന്മേഷം ആവശ്യമുള്ള ആളാണ്, പക്ഷേ ദീനിന്റെ വിഷയത്തിലൊന്നും അവൻ മുഴുകുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, യസുറുക അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വഅൻത ബിഗൈരി സാദിൻ. അവൻ ഉദ്ദേശിക്കുന്നു, അവൻ സന്തോഷിക്കുന്നു ഒരു സമൂഹത്തിന്റെ ഒപ്പമാകണം എന്നുള്ളത്. അഥവാ ഉന്നതമായ സഹാബാക്കളെയോ അല്ലെങ്കിൽ നല്ല തഖ്വയുള്ള ആളുകളെയോ ഒപ്പം ആകാൻ. ലഹും സാദുൻ, എന്നാൽ അവർക്ക് വിഭവമുണ്ട്. വഅൻത ബിഗൈരി സാദിൻ, നിനക്കാണെങ്കിലോ അതിനുവേണ്ടി നീ ഒരു വിഭവം ഒരുക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, യബ്ന ആദം, മനുഷ്യ, നഹാറുക വൈഫുക, നിന്റെ പകല് എന്നുള്ളത് നിനക്കുള്ള ഒരു അതിഥിയാണ്. ഫഅഹ്സിൻ ഇലൈഹി, നീ അതിലൂടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. ഫഇന്നക ഇൻ അഹ്സൻത ഇലൈഹി ഇർതഹല ബിഹംദിക, നീ ഏറ്റവും നല്ല രീതിയിൽ പകല് എന്നുള്ള അതിഥിയെ നീ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിച്ചാൽ അത് തിരിച്ചു പോകുമ്പോൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായത്തിൽ പോകും. വഇൻ അസഅത ഇലൈഹി, നീ അതിനോട് ദോഷമാണ് ചെയ്യുന്നെങ്കിൽ, മോശമാണ് ചെയ്യുന്നതെങ്കിൽ, ഇർതഹല ബിദമ്മിക, നിന്നെ ആക്ഷേപിച്ചുകൊണ്ടാണ് അത് പോവുക. വകദാലിക ലൈലതുക, അതുപോലെ തന്നെ നിന്റെ രാത്രിയും. ഉദ്ദേശം എന്താണ്? പകലും രാത്രിയുമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ആ കടന്നു പോകുന്ന ആ സമയത്ത് നാം അതിൽ ഏറ്റവും നല്ല രീതിയിൽ നന്മകൾ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിട്ടാൽ അത് നമുക്ക് ഉപകരിക്കുന്ന ഏറ്റവും നല്ല കാര്യമായിട്ട് മാറും. അതല്ല എങ്കിൽ നാളെ നഷ്ടത്തോടുകൂടി ഓർക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന ഖൗഫക ഹത്താ തൽഖാ അൽ അംന ഖൈറും മിൻ അംനിക ഹത്താ തൽഖാ അൽ ഖൗഫ്. ഇന്ന ഖൗഫക, നിന്റെ ഭയം, ഹത്താ തൽഖൽ അംന, നിർഭയത്തെ കാണുന്നത് വരെയുള്ള, കണ്ടുമുട്ടുന്നതിന് വരെയുള്ള നിന്റെ ഭയം, ഖൈറുൻ, ഉത്തമമാണ്, മിൻ അംനിക ഹത്താ തൽഖൽ ഖൗഫ, ഭയത്തെ കണ്ടുമുട്ടുന്നത് വരെയുള്ള നിന്റെ നിർഭയത്വം. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ സ്വർഗത്തിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള നിർഭയത്വം ലഭിക്കുന്നത് വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നതാണ് നാളെ നരകത്തിൽ എത്തുന്നത് വരെ നീ നിർഭയനായിട്ട് ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന്. അപ്പോ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള ആ അനുഗ്രഹങ്ങളെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു കാര്യം പറയും, വകാന യഖൂൽ മാ റഅയ്തു ശൈഅൻ ലാ ശക്ക ഫീഹി അസ്ബഹ ശക്കൻ ലാ യഖീന ഫീഹി മിൻ യഖീനിനാ ബിൽ മൗതി വഅമലിനാ ലിഗൈരിഹി. മാ റഅയ്തു ശൈഅൻ, ഞാൻ ഒന്നിനെയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒന്നിനെയും മനസ്സിലാക്കുന്നില്ല, ലാ ശക്ക ഫീഹി, ഒരു സംശയമില്ല കാര്യത്തിൽ, ആ സംശയത്തിൽ ഒരു കാര്യമില്ല. അസ്ബഹ, പക്ഷെ അതാകുന്നുണ്ട്, ശക്കൻ, ഒരു സംശയം, ലാ യഖീന ഫീഹി, ഒരു യഖീനുമില്ലാത്ത, ഒരു ദൃഢതയുമില്ലാത്ത സംശയമായിട്ട് അത് മാറുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യത്തെ ഞാൻ കാണുന്നില്ല, മിൻ, ഏതല്ലാതെ, യഖീനിനാ ബിൽ മൗത്ത്, മരണത്തിനെ കുറിച്ച് ദൃഢതയല്ലാതെ, വഅമലിനാ ലിഗൈരി, അതിനല്ലാതെ നമ്മൾ കർമ്മം ചെയ്യുന്നു. അതായത് മരണം എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ ആ മരണം എന്നുള്ള കാര്യം നമ്മുടെ അമല് വെച്ച് നോക്കുമ്പോ ഒരു യക്കീനില്ലാത്ത സംശയത്തെ പോലെ ആകുന്നത്. നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുന്നില്ല, അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ആ ഉറപ്പുള്ള കാര്യം ഒരു സംശയമായി മാറുന്ന അവസ്ഥ മരണത്തിന്റെയും നമ്മൾ കർമ്മം വേറൊന്നിനു വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ മറ്റു അദ്ദേഹം പറയുമായിരുന്നു, റുവി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം ഉദ്ധരിക്കുമായിരുന്നു, അന്നഹു ഖാല മാ മിൻ സദഖത്തിൻ അഫ്ളല മിൻ സദഖത്തിൽ ലിസാൻ ഖീല യാ റസൂലല്ലാഹ് വമാ സദഖത്തുൽ ലിസാൻ ഖാല അശ്ശഫാഅത്തുൽ ഹസന യുഖ്ഫി അല്ലാഹു ബിഹി അദ്ദമീമ വയഖ്ളിൽ ഹാജത വയുഫർരിജുൽ ഖുർബത. ഒരു സദഖയുമില്ല അഫ്ളല മിൻ സദഖത്തിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള സദഖയേക്കാൾ ഉത്തമമായിട്ടുള്ളത്. അപ്പോ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് വമാ സദഖത്തുൽ ലിസാൻ, എന്താണ്
പിന്നെ നാവിന്റെ സ്വതക്ക, അശ്ശഫാഅത്തുൽ ഹസന, ഏറ്റവും നല്ല ശുപാർശ, നല്ലൊരു കാര്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യുക എന്നുള്ളത്. യുഖ്ഫില്ലാഹു ബിഹാ ദമീമ, നിന്യത മറച്ചു വെക്കുന്നു അല്ലാഹു അതുകൊണ്ട്. വയഖ്ദിൽ ഹാജത, ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കുക. വയുഫരിജുൽ കുർബത, ഒരു ഞെരുക്കം അതിന് തുറവി നൽകുക എന്ന്. സംസാരം കൊണ്ട് നല്ല സംസാരങ്ങൾ സംസാരിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ഇതില് നമ്മൾ ഈ കിതാബിൽ പറഞ്ഞ ഒന്നാമത്തെ ഫസ്ല് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഫസ്ലുകൾ നമുക്ക് പിന്നീട് എപ്പോഴും അവസരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മുൻഗാമികളുടെ സംസാരങ്ങൾ അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അതുപോലെ തന്നെ അവരുടെ ഫഹ്മിന്റെയും സഹാബാക്കളിൽ നിന്നുള്ള ഫഹ്മിന്റെയും അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലൊരുപാട് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ട്. നാം കേൾക്കുന്ന കാര്യങ്ങൾ ഉറ്റാലോചിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.